രണ്ടാമത്തെ ഒന്നാം പടിയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് മീറ്റിംഗിലായിട്ട് മെർസിലസിനെ കുറിച്ചും അതിനു മുമ്പുണ്ടായ രണ്ട് മീറ്റിംഗില് ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചും ക്രേവിങ്ങിനെ കുറിച്ചും അലർജിയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മള് അൺമാനേജബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളുണ്ടായ അല്ലെങ്കിൽ 4 മീറ്റിങ്ങുകളുണ്ടായ കുറച്ച് കാര്യങ്ങള് ഒരു റിവ്യൂ പോലെ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്? ആദ്യം നമ്മള് അൽഗോരിതംസിന്റെ 1ാമത്തെ പടി തുടങ്ങുന്നത് തന്നെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ പറഞ്ഞു. ഹൗ ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് വില്ലിംഗ്നെസ്. സത്യസന്ധത, തുറന്ന മനസ്സ് അല്ലെങ്കിൽ വില്ലിംഗ്നെസ്. അതിനകത്ത് ഹോണസ്റ്റിയെ കുറിച്ച് 20 പ്രാവശ്യം, അതായത് മൊത്തത്തില് 20 പ്രാവശ്യം, 13 പ്രാവശ്യം, ബുക്കിലെ 7 പ്രാവശ്യം പറയുന്നുണ്ട്. അതിന് 3 പ്രാവശ്യവും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ പാരഗ്രാഫിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് റിഗറസ് ഹോണസ്റ്റി, കഠിനമായ ഒരു സത്യസന്ധത ഉണ്ടാകണം എന്ന പടികളിലേക്ക് കടക്കുമ്പോ എന്ന് അവിടെ വിവരിക്കുന്നുണ്ട്. അടുത്തുള്ളത് ഓപ്പൺ മൈൻഡ്നെസ്. ഓപ്പൺ മൈൻഡ്നെസ് എന്ന കാര്യം 25 തവണ സൺമസിന്റെ ബുക്കില് പറയുന്നുണ്ട്. എന്താണ് ഈ തുറന്ന ഹൃദയം? അതായത് ഒരു വെളിമയോടുകൂടിയുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു തുറന്ന മനസ്സ്. അതാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് തരുന്ന ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഗോഡ് വിൽ റിസ്റ്റോർ us to sanity. ദൈവം നമ്മെ സുബോധവാന്മാരാക്കി തീർക്കുമെന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിൽ സ്വീകരിക്കുകയും ശരിയായ ഒരു എളിമയിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യാണ്. പിന്നീട് നമ്മൾ കണ്ടത് വില്ലിംഗ്നെസ്സിനെ കുറിച്ചാണ്. വില്ലിംഗ്നെസ് നമുക്കറിയാം, ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു സൗമനസ്യം അല്ലെങ്കിൽ സമ്മതം, സന്നദ്ധത, യാതൊരു നിർബന്ധവും കൂടാതെ തന്നെ നമ്മൾ സ്വയം ഒരുങ്ങുക എന്നുള്ള അർത്ഥത്തിലൊക്കെ വില്ലിംഗ്നെസ് നമുക്ക് നിർവചിക്കാം. കാരണം ഈ 3 കാരണങ്ങളാണ്, അതായത് ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് വില്ലിംഗ്നെസ്. ഇതാണ് ഒരു മെമ്പർക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണഗണങ്ങൾ പടിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി. പിന്നീട് നമ്മൾ കണ്ടത് മൈൻഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട്. അതിന് 24 തവണയാണ് ഈ മൈൻഡിനെ കുറിച്ചും ബുക്കിൽ പറയുന്നത്. അപ്പോ മെന്റൽ ഒബ്സഷൻ അത് വന്നു കഴിയുമ്പോഴാണ് നമ്മള് അടുത്ത ഘട്ടമായ ആദ്യത്തെ കുടി എടുക്കുക. ഇപ്പോ ആദ്യത്തെ കുടി അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രിങ്കിനെ കുറിച്ച് 120 തവണ ആൽക്കഹോളിസത്തിന്റെ ബുക്കില് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡ്രിങ്ക് നമ്മൾ എടുക്കുന്നത് പല രീതിയിലാകാം. ഒരു ഇമോഷന്റെ ഭാഗമായിട്ട് ദേഷ്യമോ ഭയമോ, ചിലപ്പോ സന്തോഷപരമായ സംഭവമോ അല്ലെങ്കിൽ സ്നേഹമുള്ളപ്പോഴൊക്കെ പോലും ആദ്യത്തെ കുടിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയിട്ടുണ്ട്. ഭാര്യയോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും ബർത്ത്ഡേ വിവാഹ വാർഷികമൊക്കെ വരുമ്പോഴും ഞാൻ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ കുടികളിലേക്കുള്ള ഭ്രാന്തമായ ഓട്ടം അത് നിർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ആൽക്കഹോളിസത്തിന്റെ പടികളെ സഹായിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഫസ്റ്റ് പ്ലേസില് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ സംഗതി ഒഴിവാക്കാനായിട്ട്, ആദ്യത്തെ കൂടി ഒഴിവാക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും പലപ്പോഴും പറയുന്നില്ല എനിക്ക് സാധിക്കുന്നില്ല എന്ന്. ആ ഒരു സാധിക്കുന്നില്ല എന്ന അവസ്ഥയിൽ നിന്ന് സാധ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എന്താണ് ഫസ്റ്റ് ഡ്രിങ്കിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞ മെന്റൽ ഒബ്സഷൻ. ഈ മെന്റൽ ഒബ്സഷൻ ഉണ്ടാകാനുള്ള കാരണം
തിങ്കിങ് കൊണ്ടാണ്, ചിന്ത കൊണ്ടാണ്. വളരെ മാനസികമായ ഒരു സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ആദ്യത്തെ കൂടിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ തെറ്റായ ചിന്തയാണ്. ഇപ്പോ തിങ്കിങ്ങിനെ കുറിച്ച് 44 തവണയാണ് അൽഗോരിതത്തിന്റെ ബുക്കില് പറയുന്നത്. തിങ്കിങ്ങിനെ കുറിച്ച് അല്ലെ ചിന്തകളെ കുറിച്ച് 130 തവണയും. അപ്പോ ഈ ചിന്തകളെ നമുക്കറിയാം, കുക്കിയിൽ പാലൊഴിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്ന ആളെ കുറിച്ചും 75 വർഷം വരെ കുടിക്കാതിരുന്നിട്ട് വീണ്ടും കുടിച്ച ഒരാളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതുകൂടാതെ ദീർഘദൂര യാത്രയ്ക്ക് പോയപ്പോ ഒരു ഹോട്ടലിൽ താമസിച്ചു വീണ്ടും കുടിച്ചേക്കാന്ന് വിചാരിച്ച ആളെ കുറിച്ച് ചിന്തിച്ചു. ഇതെല്ലാം ആദ്യത്തെ കൂടി നമ്മളെ എങ്ങനെ റിലാപ്സിലേക്ക് എത്തിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. സോ ആദ്യത്തെ കൂടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ശാരീരികമായ അലർജി. അപ്പൊ ബോഡിയെ കുറിച്ച് 14 തവണയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കില് വിവരിച്ചിരിക്കുന്നത്. അപ്പോ മാനസികമായ സമ്മർദ്ദം അല്ലെങ്കിൽ മെന്റൽ ഒബ്സഷൻ അത് എല്ലാ തരത്തിലുള്ള അബ്നോർമലായിട്ട് കുടിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അവരുടെ വിചാരം, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ശിശു ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിചാരം, എന്തെങ്കിലും ഒരിക്കല് എനിക്ക് സന്തോഷകരമായിട്ട് നിയന്ത്രിച്ച് കുടിക്കാൻ സാധിക്കും. അങ്ങനെ ആ ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴാണ് വീണ്ടും കുടിക്കുന്നത്. അതിന് മെന്റൽ ഒബ്സഷൻ നോർമലാണെന്ന് ബുക്കുകളിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളില് എന്തെങ്കിലും സാധാരണ മറ്റുകൾ കുടിക്കാൻ പറ്റുമെന്ന ഈ മുക്തിയായ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു എന്നുള്ളതാണ്. ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ബുക്കിൽ വായിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. കുടി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജയിലിലോ മരിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഡീഅഡിക്ഷൻ സെന്ററിലോ നമ്മൾ എത്തിച്ചേരുന്നു. പലപ്പോഴും പലർക്കും ഒരു കഥയായിട്ട് തന്നെ തുടരുമ്പോ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അല്ലെങ്കിൽ ആൽക്കഹോളിക് സർവീസിൽ പോലുള്ള ഭൂരിഭാഗം പേർക്കും അറിയാം പലരും ജയിലിൽ കിടക്കുന്നതും ഇത്തരത്തിൽ മരണപ്പെട്ടതും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിപ്പെട്ടതുമൊക്കെ. മെന്റൽ ഒബ്സഷനെ കുറിച്ച് പറഞ്ഞ കഴിയുമ്പോഴാണ് പിന്നീട് ശരീരത്തിന്റെ അലർജിയെ കുറിച്ച് പറഞ്ഞത്. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ മദ്യാസക്തനായിട്ടുള്ള ഒരാള് ആദ്യത്തെ കുടി അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് ഉണ്ടാകുമ്പോ സാധാരണ നിലയിലല്ലാത്ത ഒരു അസാധാരണ റിയാക്ഷനാണ് അയാളുടെ ഉണ്ടാകുന്നത്. അത് ഒരു ആൽക്കഹോളിക് ആയ ആളുടെ ശരീരത്തിന്റെ കെമിസ്ട്രി മൂലമാണ്. ആൽക്കഹോളിക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെയാണ്. സാധാരണ നോർമൽ ഡ്രിങ്കർ അതേപോലെയല്ല അതുത മദ്യപാന രോഗി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരൊരു പങ്ക് കഴിച്ചു കഴിയുമ്പോ വീണ്ടും വീണ്ടും കുടിക്കാനായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള അലർജി അവരുടെ ശരീരത്തില് ഉണ്ടാകുന്നു. അതിനെ പിന്നെ വീണ്ടും വീണ്ടും കുടിക്കുന്ന അതിനെ ഫിനോമിനൽ ഓഫ് ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തിയുടെ പ്രതിഭാസം എന്നാണ് ഇത് പറയുക. അപ്പോ ഒരു കുടിയിൽ നിന്ന് മാറി നിൽക്കാതെ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. പിന്നീട് നമ്മൾ കണ്ടത് ക്രേവിംഗ് എന്നത് പറയുന്ന തവണയും ഫിനോമിനൽ ഓഫ് ക്രേവിംഗ് 9 തവണയും പറയുന്നുണ്ട്. അലർജി ബാധിക്കുന്നത് ശരീരത്തിനെയും ക്രേവിംഗ് ബാധിക്കുന്നത് മനസ്സിനെയും പിന്നീട് നമ്മുടെ ആത്മീയമായ രോഗമാണെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാഥമികമായിട്ട് നമ്മള് താഴെ പോയത് എന്നാണ് ബുക്കിലൂടെ പറയുന്നത്. അപ്പോ ഇപ്പോഴും റിക്കവേർഡ് ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ, മെന്റൽ ഒബ്സഷൻ അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിള്, തുടർച്ചയായിട്ടുള്ള സോബറായിട്ട് നിൽക്കാനുള്ള തുടർച്ചയായിട്ടുള്ള ഒരു സ്ട്രഗിള് അയാളിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ രോഗം ഒരിക്കലും ക്യൂർ ആകുന്നില്ല എന്നും നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ട ആൾക്ക് കൺട്രോളാണ്. ആ വാക്ക് 29 തവണയാണ് ബുക്കില് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ കുടിക്ക് അതിനായിട്ടുള്ള ഒരു കൺട്രോൾ നമുക്ക് കിട്ടുകയല്ല എന്ന് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. അതിന് നമ്മടിയിൽ അത് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത പദവികളിലേക്ക് നമ്മളെ ആൽക്കഹോളിക് നയിക്കുന്നത്. അടുത്തതായി നമ്മൾ കണ്ടത് ആൽക്കഹോളിക് എന്ന വാക്കാണ്. ആൽക്കഹോളിക് എന്ന വാക്ക്
അല്ലെങ്കിൽ മദ്യാസക്തം എന്ന വാക്ക് 266 തവണയും ആൽക്കഹോളിസത്തെ കുറിച്ച് 97 തവണയും പറയുന്നുണ്ട്. ഈ ആൽക്കഹോളിസത്തെ കുറിച്ച് 51 പേജിൽ 1 മുതൽ 51 പേജില് 97 തവണ പറയുന്നുണ്ട്. അലർജിയെ കുറിച്ച് 6 പ്രാവശ്യം പറയുന്നുണ്ട്. അലർജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ബുക്ക് ബുക്ക് സാധാരണ മനുഷ്യന് ഒരു മോഡറേറ്റ് പോലെ അല്ലെങ്കിൽ മിതമായി കുടിക്കുന്ന ഒരാളെ പോലെ കുടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മദ്യത്തോടുള്ള അലർജിയുണ്ടല്ലോ. ആൽക്കഹോളിക്കിന് മദ്യത്തോട് അലർജിയുണ്ട്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അടിസ്ഥാന കാര്യം. അപ്പൊ അടുത്ത നമ്മൾ കണ്ടത് പവർലെസ്സിനെ കുറിച്ചാണ്. 8 തവണയാണ് പവർലെസ് പറയുന്നത്. പവർലെസ്നെസ്സിനെ കുറിച്ച് 4 തവണയും, റിലാപ്സിനെ കുറിച്ച് 7 തവണ പറയുന്നുണ്ട്. അപ്പോ നമുക്കറിയാം, സ്ലിപ്പ് അല്ലെങ്കിൽ റിലാപ്സിനെ കൂടി നമ്മൾ 3 കഥകളോട് കേട്ടു. സ്ലിപ്പ് എന്ന് പറയുന്നത് സോബറിറ്റി ലോസ്റ്റിക്സ് പ്രിവേറ്റ് സുബോധത്തിന് എപ്പോഴാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നത് അപ്പോഴാണ് നമുക്ക് സ്ലിപ്പ് ഉണ്ടാവുക. ഒട്ടുമിക്കവർക്കും തന്നെ സ്ലിപ്പ് ഉണ്ടാകുന്നത് ആദ്യ കാലഘട്ടത്തിലാണ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി പ്രോഗ്രാമിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ വീഴ്ചകളെല്ലാം നമ്മൾ സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു പക്ഷേ നാരങ്ങ ഇറങ്ങി പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നാരങ്ങ മനോഭാവം സൃഷ്ടിക്കുന്ന ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഏഴ് ഫിലോസഫി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം സൈക്കിക് ചേഞ്ചിനുള്ള ഈ ഫിലോസഫി കണ്ടുപിടിച്ചാൽ മാത്രമേ അയാൾക്കൊരു സ്വന്തം കാലിൽ, ഒരു ബലമുള്ള കാലില് ആൽക്കഹോളിക്സ് അനോണിമസിൽ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഫിലോസഫി എന്ന വാക്ക് 6 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം, ഒരു തത്വദർശനമോ ജ്ഞാനാന്വേഷണമെന്നോ ഒക്കെയാണ്. സൈക്കോളജിയെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനകത്ത് മോറൽ എന്ന് പറയുന്ന വാക്കിന് സദാചാരപരം, ധർമ്മനിഷ്ഠമായ അല്ലെങ്കിൽ ധാർമ്മികമായ അല്ലെങ്കിൽ ധർമ്മ വിവേചനപരമായ എന്നുള്ള തരത്തിലാണ്. അപ്പൊ മോറൽ സൈക്കോളജി വേണമെങ്കിൽ ഒരു അച്ചടക്കവും ഒരു വിശ്വസ്തതയൊക്കെ കലർന്ന ഒരു ആത്മവീര്യത്തില് സ്വന്തം ജീവിതത്തെ നയിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. സൈക്കോളജി നമുക്കറിയാം മനഃശാസ്ത്രമാണ്. അല്ലെങ്കിൽ മനസ്സിനെ പറ്റിയുള്ള പഠനം. ഒരു സദാചാര മനഃശാസ്ത്രം എന്നാണ് മോറൽ സൈക്കോളജിയെ കുറിച്ച് ഡോക്ടർ സിൽക്വർത്ത് പറഞ്ഞതൊക്കെ നമ്മള് കണ്ടു. അപ്പൊ എന്താണ് മോറൽ സൈക്കോളജി? ഏറ്റവും ചുരുക്കത്തില് പുതിയ അറിവുകൾ നേടുക, സദാചാരപരമായിട്ടുള്ള പുതിയ അറിവുകൾ നേടുക. നിങ്ങൾ കേട്ടിട്ടുള്ള പുതിയ അറിവുകള് പഴയ അറിവുകളെ പുനർനിർമ്മിക്കുമെന്ന്. അപ്പോ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് പഴയ അറിവുകളെ പുനർനിർമ്മിക്കുന്ന പരിപാടിയിലൂടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലുള്ള ഒരു കോട്ട് ഇങ്ങനെയാണ്: The road to sobriety is a simple journey for confused people with a complicated disease. അതായത് സുബോധത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ലളിതമായ പരിപാടിയാണ്. അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആയ ആളുകളുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായ അസുഖമുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സിമ്പിൾ ജേർണിയാണ് ഈ പറയുന്ന സുബോധാവസ്ഥ. കാരണം 12 പടികള് അല്ലെങ്കിൽ 12 പടികൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എപ്പോഴും നമുക്ക് സംശയവും ഉത്കണ്ഠയും അല്ലെങ്കിൽ എന്താണ് എന്നറിയാനുള്ള എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അത് നമുക്ക് വരുന്നത് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളാണ്. മദ്യാസക്തി എന്ന് പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോറൽ സൈക്കോളജിയെ കുറിച്ചൊക്കെ അതുപോലെ സദാചാര മനഃശാസ്ത്രം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കേണ്ടത്. കണ്ടത് ഇങ്ങനെ ഒരു ഒരാൾക്ക് 1-ാം പടി ചെയ്യുമ്പോ നമ്മൾ എത്ര പ്രാവശ്യം നുണ പറഞ്ഞു, അല്ലെങ്കിൽ ചീറ്റിംഗ്, വഞ്ചന ചെയ്തു, സ്റ്റീലിംഗ് അല്ലെങ്കിൽ മോഷണം ചെയ്തു എന്നുള്ള ഇതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഈ ലളിതമായ പരിപാടി, അതായത് ബിഗ് ബുക്കിൽ 29 തവണ പറഞ്ഞിരിക്കുന്ന ഈ സിമ്പിൾ പ്രോഗ്രാമിനെ കുറിച്ച് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ മുഴുവനായി വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു. കൂടാതെ
റൈറ്റിംഗ് ആൻഡ് മീറ്റിംഗ്. ഇത് നമ്മൾ ചെയ്യുന്നത് ബിഗ് ബുക്കില്, അതൊരു ടെക്സ്റ്റ് ബുക്കാണ്, അല്ലെങ്കിൽ പാഠപുസ്തകമാണ്. സ്കൂൾ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മള് ഈ പാഠപുസ്തകം പഠിക്കണം, എഴുതണം. അതുകൂടാതെ മീറ്റിംഗിൽ പങ്കെടുക്കണം. റീഡിങ്ങിനെ കുറിച്ച് 30 പ്രാവശ്യവും മീറ്റിംഗിനെ കുറിച്ച് 15 പ്രാവശ്യമാണ് ആൽഫ്രഡ് ബുക്കില് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ വാക്കുകൾ ഞാൻ അങ്ങനെ ഓർത്തെടുത്ത് എന്താണ് നമ്മൾ ആ കഴിഞ്ഞ 2 മീറ്റിംഗിൽ പറഞ്ഞതെന്ന് ഒന്ന് ഓടിച്ചൊരു റിവിഷൻ നടത്തിയതിനു ശേഷമാണ് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മള് ആദ്യത്തെ പെഗ് എടുക്കുമ്പോ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അലർജി. അതൊരു ക്രേവിങ്, മൈൻഡിലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ക്രേവിങ് അല്ലെങ്കിൽ ആർത്തി. അലർജിയെ കുറിച്ച് 6 തവണയും ക്രേവിങ് എന്ന് പറയുന്ന ആർത്തിയെ കുറിച്ച് 11 തവണയും ബുക്കിൽ പറഞ്ഞ് പരാമർശിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കണ്ട വാക്ക് ഡ്രിങ്കിങ് എന്നതിനെ കുറിച്ചാണ്. അപ്പോ ഡ്രിങ്കിങ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 198 തവണയാണ്. തിങ്കിങ് ഉപയോഗിച്ചിരിക്കുന്ന 18 തവണയാണ്. അതായത് 18 തവണ ചിന്തിക്കുന്നത് കൊണ്ട് 198 തവണ നമ്മൾ കുടിച്ചു എന്ന് വേണമെങ്കിൽ കാണാം. അതൊക്കെ തമാശയായിട്ട് പറഞ്ഞാണ്. പക്ഷെ 18 തവണ തിങ്കിങ് എന്നൊരു വാക്ക് ബിഗ് ബുക്കിലെ വിവിധ സ്റ്റൈലുകളിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തിങ്കിങ് ഡ്രിങ്ക് എന്ന വാക്ക് 44 തവണയും ആൽക്കഹോളിക് എന്ന വാക്ക് 97 തവണയും ഈ 51 പേജില്, അതായത് 1 മുതൽ 51 പേജ് വരെ ഉള്ളതിന് 97 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് എന്ന വാക്ക് 44 തവണ, ഡ്രിങ്ക്സ് എന്ന വാക്ക് 120 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. മെന്റൽ ഒബ്സെക്ഷനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒബ്സെക്ഷൻ എന്ന വാക്ക് 20 തവണയും, പവർഫുൾ അല്ലെങ്കിൽ ശക്തി എന്ന വാക്ക് 15 തവണയും, കൺട്രോൾ എന്ന വാക്ക് 29 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. പവർഫുൾ 15 തവണയും പവർലെസ്നെസ് അല്ലെങ്കിൽ ശക്തിഹീനത 8 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പവർലെസ്നെസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 2 മീറ്റിംഗിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്തത്, നമുക്കറിയാം, ഒരു കുടി കഴിയുമ്പോ എന്താണ് സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ ഒരു അലർജി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ക്രേവിങ് രൂപപ്പെടുന്നു. എന്തുകൊണ്ടാണ് ക്രേവിങ് രൂപപ്പെടുന്നത്? ഇത് നേരിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കെമിസ്ട്രിയെ ബാധിക്കുകയാണ്. അത് നേരിട്ട് കണക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ കെമിസ്ട്രിയെ പറ്റിയാണ്. ഒരു ആൽക്കഹോളിക്കിന്റെ ശരീരത്തിന്റെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഒരു നോർമൽ ആൽക്കഹോളിക്കിന്റെ ശരീര കെമിസ്ട്രിയേക്കാൾ വ്യത്യസ്തമാണ് ഒരു അഡിക്ഷൻ ഉള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൽക്കഹോളിക്കിന്റെ ശരീരത്തിന്റെ കെമിസ്ട്രി. അതുകൊണ്ടാണ് ഈ ക്രേവിങ് രൂപപ്പെടാനുള്ള കാരണം. ആരാണ് ഈ മെന്റൽ ഒബ്സഷനെ കുറിച്ച് പറഞ്ഞത്? ഡോക്ടർ കാൾജങ് ആണ്. ശാരീരികമായ അലർജിയാണെന്ന് പറഞ്ഞത് ഡോക്ടർ സിൽക്വർത്ത് ആണ്. അപ്പോ ഡോക്ടർ കാൾജങ് ഈ മെന്റൽ ഒബ്സഷനിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വേണം എന്ന് റോളണ്ട് ഹസാർഡിനോട് പറഞ്ഞത് നമ്മളെ ചരിത്രം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞാൻ സമ്മതിച്ചു എന്നുള്ള ആദ്യത്തെ പാർട്ടില് ആഴത്തിലും ഒരു ഗൗരവമായിട്ടുള്ള ഒരു സ്വീകരണം എനിക്കുണ്ടായാൽ മാത്രമേ പിന്നീടുള്ള സ്റ്റെപ്പുകളിലേക്ക് എനിക്ക് പോകാൻ കഴിയും. എനിക്ക് ബുദ്ധി കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധി കൊണ്ടുള്ള തീരുമാനമല്ല. ചിലപ്പോൾ നമുക്ക് ബുദ്ധിയിൽ തീരുമാനിക്കും, ഉള്ളിലെ ഹൃദയത്തില് നമുക്ക് തീരുമാനിക്കാം. ബുദ്ധിയിൽ തീരുമാനിക്കുന്നത് ശരിയാണ്. ആൽക്കഹോളിക് മദ്യം ആദ്യത്തെ കുടി കഴിയുമ്പോൾ ക്രേവിംഗ് ഉണ്ടാവുന്നു, ബോഡി അലർജി ഉണ്ടാവുന്നു, തിങ്കിങ് ആണ് പ്രശ്നം, ഡ്രിങ്കിങ് അല്ല എന്നൊക്കെ ഒരുപാട് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല. അത് ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് ഒരു അക്സെപ്റ്റൻസ് ഞാൻ ഉണ്ടാക്കി മാത്രമേ ഈ പവർലെസ്നെസ്സിൽ നിന്ന് എനിക്ക് രക്ഷ നേടാനായിട്ട് സാധ്യതയുള്ളൂ. എന്ന് വെച്ചാല് ഷിബു ഞാനൊരു ആൽക്കഹോളിക്കാണ് അല്ലെങ്കിൽ ഐ ആം ആൻ ആൽക്കഹോളിക് എന്ന ചിന്ത എനിക്ക് എപ്പോഴും വേണം. അതേ ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഹൗ വർക്ക് ചെയ്യണം. ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ്, വില്ലിംഗ്നെസ് വർക്ക് ചെയ്യണം. നമ്മുടെ പ്രോഗ്രാം ഉണ്ടായത് തന്നെ 6 മാസത്തിൽ സോബറായിരുന്ന LW 6 മണിക്കൂർ മാത്രം സോബറായിരുന്ന ഡോക്ടർ ബോബിന്റെ അടുത്ത് സന്ദേശം എത്തിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിലൂടെയാണ്.
അപ്പൊ ഞാൻ കുടിക്കാതിരിക്കുന്നു, മറ്റുള്ളവരെ കുടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കൺസെപ്റ്റ് ഇതിലൂടെയാണ് ഒന്നാം പടി നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മുടെ പവർലെസ്നെസ് മറ്റുള്ളവർ പറയുന്നതിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം ഡോക്ടർ ബോബിന്റെ അടുത്ത് അത്രയും ബുദ്ധിയും ഒരുപാട് കഴിവ് MD ആയിരുന്ന ഡോക്ടർ ബോബിന്റെ അടുത്ത് ഒരു ഷോക്ക് ഡോക്ടറാണ്. അത് എന്തുകൊണ്ടാണ്? അത് ഇന്റലക്ച്വലാണ്, അല്ല അതിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു കഴിവ് കൊണ്ടല്ല ഡോക്ടർ ബോബിന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ബോബ് പിന്നീട് പാസിറ്റോണിൽ എഴുതിയത്, ഞാൻ എന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടു എന്ന് പറയുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പുസ്തകങ്ങളിലൂടെ വായിച്ച കാര്യങ്ങളല്ല, അയാളുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അതാണ് പുള്ളിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കൊടി എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു സർവൈവല് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം നമ്മളെ 2-3 ഉദാഹരണങ്ങൾ കണ്ടപ്പോ ആദ്യത്തെ ആള് നമ്മൾ 4 വർഷം കൊണ്ട് മരിച്ചതൊക്കെ ആയിട്ട് നമ്മള് കഴിഞ്ഞ ഇതില് മുമ്പത്തെ നോക്കിയില് നമ്മൾ സംസാരിച്ചാണ്. അപ്പോ ഇതിനകത്ത് ബുദ്ധിപരമായിട്ടുള്ള കുറച്ച് ആസ്പെക്ട് എന്ന് പറയുന്നത്, നമ്മള് ഒരു റിങ്ങിലേക്ക് കയറിയാൽ മാത്രമേ അവിടെ നിൽക്കുന്ന ആൾ നമ്മൾ ഇരിക്കുകയുള്ളൂ. അതായത് നമ്മള് എല്ലാം തയ്യാറായി നമ്മുടെ കയ്യിൽ ഓരോ ഇടിക്കളത്തിലേക്കാണ് ബോക്സിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലത്തേക്കാണ് ആ കയ്യിലിടുന്ന ആ ഇടിയോടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ കയറുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടിയുള്ളൂ. അപ്പൊ ഡോണ്ട് ഡ്രിങ്ക് എന്ന് വെച്ചാല് നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമ്മള് കുടിയനാകുന്നില്ല. അപ്പൊ കുടിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഞാൻ ആഴത്തില് എന്റെ ഹൃദയത്തില് ഗൗരവപൂർണമായിട്ട് എടുക്കണം. അങ്ങനെ ഒരു ഗൗരവപൂർണമായിട്ട് എടുക്കുന്ന ആൾക്ക് മാത്രമേ അടുത്ത 11 പടികളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ആൽക്കഹോളിക് അനോണിമസിലെ ആദ്യത്തെ പടി, പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന പടി, 100% ചെയ്യാമെന്ന പടി, അത് ഒരു ലാഡർ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോണി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണെന്ന് പറയാം. ആ കോണിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ റെക്കോർഡ് പരിശോധിക്കുക എന്ന് പറയും. പിന്നെ എഴുതി നമ്മുടെ ലുക്കറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡുകൾ പരിശോധിക്കുക. എന്തൊക്കെ കാരണങ്ങൾ നമ്മളെ വീണ്ടും കുറിച്ചത്. 3 പ്രാവശ്യം 3 പെഗ് അടിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആൾ 23 തവണ കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആൽക്കഹോൾ എന്റെ ജീവിതത്തില് 90% കാര്യങ്ങളും തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറിയത് അങ്ങനെയാണ്. അതേ ആൽക്കഹോൾ എന്തൊക്കെയാ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ബാറിൽ നിന്ന് കുടിച്ചത് ഓർക്കുന്നുണ്ട്. പിന്നീട് ഞാന് തൃശ്ശൂര് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ് ഇറങ്ങിയിട്ട് എണീറ്റത്. അപ്പൊ ഞാൻ എങ്ങനെ ആ കുടിയാണ് എന്നെ നിയന്ത്രിക്കുന്നത്. 90% എവിടെ പോകണം, എന്ത് കഴിക്കണം, എവിടെ ജീവിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്ന എന്റെ ചിന്തകളെ മുഴുവൻ 90% നിയന്ത്രിച്ചിരുന്നത് കുടിയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇതിന്റെ പവർലെസ്നെസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ചിലപ്പോ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞു കേൾക്കാണ്ട്, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു മദ്യാസക്തനായിട്ടുള്ള ഒരാള് കുടി നിർത്തിയില്ലെങ്കിൽ ആൽക്കഹോൾ അവനെ നിർത്തുമെന്ന്. ആൽക്കഹോൾ അവനെ നിർത്തുമെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുമെന്ന് തന്നെയാണ് അർത്ഥത്തിലൊക്കെ അത് പറയാറുണ്ട്. ഒരു ആൽക്കഹോളിക്ക് ആൽക്കഹോൾ നിർത്തിയില്ലെങ്കിൽ ആൽക്കഹോൾ അവനെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും അവൻ രോഗിയാവുകയോ ദുരിതപ്പെടുകയോ മരിക്കുകയൊക്കെ ചെയ്യുന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ റിക്കവറി മീറ്റിങ്ങുകളിൽ പറഞ്ഞു കേൾക്കാറുള്ളത്. നമ്മുടെ ആദ്യത്തെ ഭാവം മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞങ്ങൾ സമ്മതിച്ചു. അപ്പൊ ഇതിനാൽ നമ്മൾ ഏകദേശമൊക്കെ ശക്തിഹീനനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഡാഷ്, എന്താണ് ഈ ഡാഷ്? ഡാഷ് എന്ന് പറയുന്നത് അടുത്ത സെന്റൻസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ന്യൂ ടോപ്പിക്കാണ്. പക്ഷെ ആദ്യത്തെ ഭാഗത്തിന് ഒരു ടോപ്പിക്കാണ്, അതിന്റെ പേരാണ് പവർലെസ്നെസ്. രണ്ടാമത്തെ അല്ലെങ്കിൽ പവർലെസ്നെസ് അല്ലെങ്കിൽ ശക്തിഹീനത. രണ്ടാമത്തെ ടോപ്പിക്കിന്റെ പേരാണ് അൺമാനേജബിലിറ്റി അല്ലെങ്കിൽ അനിയന്ത്രിതമായ അവസ്ഥ. പവർലെസ്നെസ്സും അൺമാനേജബിളുമായിട്ടുള്ള ഈ 2 കാര്യങ്ങള് 2 സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ അൺമാനേജബിലിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ ഭാഗമാണ്. അത്
ഡാഷിനെ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഭാഗത്തെ ഒരു പുസ്തകം അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് കാണുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തിന് അൺമാനേജബിലിറ്റി എന്ന് കാണുന്നത് അത് നമ്മുടെ ജീവിതം മുഴുവൻ അനിയന്ത്രിതമായി പോയി എന്നുള്ളതാണ്. 100% അനിയന്ത്രിതമായി പോയി. അപ്പോ ആദ്യത്തെ ഭാഗത്തെ പ്രോബ്ലം ഒരു പക്ഷെ 10% മുതൽ 60% അല്ലെങ്കിൽ 70% ഒക്കെ ആയിരിക്കും ഒരാളെ ബാധിച്ചിട്ടുള്ളത് എങ്കിൽ അൺമാനേജബിലിറ്റി 100% മാറണം. അതിനിടയിൽ ഒരു ഡാഷ് ഉണ്ട്. ഈ ഡാഷ് എന്ന് പറയുന്നത് 2 ടോപ്പിക്കുകളെ വിവരിക്കാനാണ്. അത് തമ്മില് ഒരു കണക്ഷൻ ഉണ്ട്. ആൻഡ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഡാഷ് ആണ്. ഒരു വരയാണ് ഇട്ടായിരിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സെയിം ആണ്. അപ്പോ എന്താണ് അൺമാനേജബിലിറ്റി? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രോബ്ലത്തിന് നോ ചോയ്സ് ആണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതാണ് പ്രോബ്ലം. ആദ്യത്തെ പാർട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. നമ്മൾ വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആൽക്കഹോളിക് ആയിട്ട് മാറും. അതാണ് അതിന്റെ അഡിക്ഷന്റെ ഭാഗമായിട്ട് പ്രോബ്ലത്തെ പറ്റി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അൺമാനേജബിലിറ്റി 100% ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വിൽ കാരണം. വില്ലെന്ന വാക്കിന് മലയാളത്തില് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആഗ്രഹമെന്നോ ഇച്ഛയെന്നോ ഇഷ്ടമെന്നോ എന്തൊക്കെ ഒരുപാട് വാക്കുകൾ നമുക്ക് അതിനകത്ത് വില്ല് എന്ന് പറയാം. അപ്പോ നമ്മുടെ ഒരു താല്പര്യം എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാല് ആ താല്പര്യം താല്പര്യം ഒരിക്കലും സുഖപ്പെടുന്നില്ല. നമുക്ക് നമ്മുടേതായ കുറെ താല്പര്യങ്ങളുണ്ട്. അത് എന്തില് ബേസ് ചെയ്തിരിക്കുന്നതാണ്? നമ്മുടെ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ സെൽഫ് സെന്റേർനെസ്സിന് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സ്വാർത്ഥതയാണ് നമ്മൾ അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ബുക്കില് 60ാമത്തെ പേജിൽ പറയുന്നുണ്ട് സെൽഫ് സെന്റേർഡ് ആൻഡ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്വന്തം ഇഷ്ടയാല് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയമായിരിക്കില്ല എന്ന് നാം ബോധ്യമുള്ളവരായിരിക്കലാണ് അതിന്റെ ഒന്നാമത്തെ ആവശ്യകത. അപ്പൊ അൺമാനേജബിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പേജ് നമ്പർ 59 മലയാളം ബുക്കിൽ പറയുന്നുണ്ട്. സ്വന്തം ഇച്ഛയാൽ അവനവന്റെ ആഗ്രഹത്താല് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമല്ല. അതാണ് അൺമാനേജബിളിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം. പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ റിക്കവേർഡായി. എന്താണ് പ്രോബ്ലം? ബോഡിയുടെ നമ്മൾ ഡ്രിങ്ക് എടുക്കുന്നില്ല, നമ്മുടെ ശരീരം രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ മൈൻഡിന് നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല, മെന്റൽ ഒബ്സഷൻ ഇല്ല. അങ്ങനെ നമ്മൾ റിക്കവേർഡായി. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ ഭാഗം വരുമ്പോ അൺമാനേജബിലിറ്റിയാണ്. അവിടെ നമ്മൾ നോട്ട് ക്യൂർഡ് എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും സുഖപ്പെടുന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മൾ സ്വേച്ഛയാലാണ് നയിക്കപ്പെടുന്നത്. എന്നാൽ അവിടെ സ്വേച്ഛയാൽ നയിക്കപ്പെടുന്ന ഒരാളെ പറ്റി ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ബുക്ക് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ നാം എല്ലായ്പ്പോഴും തന്നെ ഏറ്റുമുട്ടത്തിൽ ഏർപ്പെടും. മിക്ക ആളുകളും സ്വയം പ്രേരണയാൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ പ്രകടനവും ഒറ്റയ്ക്ക് തന്നെ നശിക്കുന്നത് നടനെ പോലെയാണ് ഓരോരുത്തരും. ലൈറ്റും ഗായക സംഘവും സീനിയറും മറ്റു നടന്മാരും ഒക്കെ തനിക്ക് വേണ്ടി ഒരുക്കപ്പെടണമെന്നും തന്റെ വഴിക്ക് വരണമെന്നുമാണ് അയാളുടെ ആഗ്രഹം. ഈ പറഞ്ഞതുപോലെ ഇയാളുടെ സജ്ജീകരണങ്ങളൊക്കെ സാധിച്ചാൽ അയാൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് ആഗ്രഹിക്കുന്ന പോലെ ആളുകൾ ചെയ്താലേ അയാൾക്ക് പകർന്ന് മഹത്തരമായിരിക്കും. അയാൾ ഉൾപ്പെടെ എല്ലാവരും സന്തുഷ്ടരാകും, ജീവിതം അതിശയമാകും. ഈ ഒരുക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനാൽ നമ്മുടെ മതചിലപ്പോഴൊക്കെ തികച്ചും നന്മയുള്ളവനാകാം. അയാൾ ദയാലുവും മറ്റുള്ളവരുടെ വികാരങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതും സമാശീലനും ഉദാരമതിയും ആകാം. വിനീതനും ശുദ്ധൻ പോലും ആയിരിക്കും. നേരെ മറിച്ച് അവൻ ദുഷ്ടനും അഹങ്കാരിയും സ്വാർത്ഥനും സത്യനിഷ്ഠയില്ലാത്തവനും ഒക്കെയായി മാറും. പക്ഷെ മിക്ക മനുഷ്യരുടെ കാര്യത്തിലും അവർ വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകളുണ്ടായിരിക്കും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പ്രകടനം പലപ്പോഴും നല്ല നിലയിലായി തീരാറില്ല. ജീവിതം അവരോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. കൂടുതൽ ക്ലേശിച്ചു കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾ തീരുമാനിക്കുന്നു. അടുത്ത സന്ദർഭത്തിൽ അയാൾ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഇനിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നവനോ കാരുണ്യവാനോ ആയിത്തീരുന്നു. എപ്പോഴും നാടക പ്രദർശനം അയാൾക്ക് അനുയോജ്യമാകുന്നില്ല. ഏതാണ്ടൊക്കെ തെറ്റ് തനിക്കും സംഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും
സമ്മതിക്കുമെങ്കിലും മറ്റുള്ളവരെയാണ് കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ അയാൾ കുഴപ്പമില്ല. അയാൾ കോപത്തിനും ധാർമ്മിക ദോഷമുള്ളവനും തന്നോട് തന്നെ സഹതാപമുള്ളവനുമായിത്തീരുന്നു. അടിസ്ഥാനപരമായി അയാളുടെ കുഴപ്പം എന്താണ്? ദയാലുവായിരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അയാൾ യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യാന്വേഷണയല്ലേ? സംതൃപ്തിയും സന്തോഷവും തൻ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്താൽ കൈപ്പൊടിയിൽ ഒതുക്കാമെന്ന മിഥ്യാധാരണയുടെ ഇരയല്ലേ അയാൾ? അയാൾ ഒഴികെയുള്ള മറ്റു നടന്മാർക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടെന്ന കാര്യം വ്യക്തമല്ലേ? ആ നാടക പ്രകടന രംഗത്ത് നിന്ന് കിട്ടാവുന്നതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അയാൾ ഒരു തിരിച്ചടിക്കുവാൻ അയാളുടെ പ്രവർത്തനം അവരെ സജ്ജമാക്കുന്നില്ലേ? അയാളുടെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ പോലും സൗഹാർദ്ദത്തിൻ്റെതിനേക്കാൾ കുഴപ്പങ്ങളുടെ സൃഷ്ടാവായിരുന്നില്ലേ? ആളുകൾ ഈയിടെയായി പറയാനുള്ളത് പോലെ തമിഴ്നാട് സെൽഫ് സെന്റേർഡ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്ന സ്വാർത്ഥ തൽപരതയും അഹങ്കാരവും കൂടി കലർന്ന അവസ്ഥയുടെ ഒഴിവിലാണ്. മഞ്ഞകാലത്ത് ഫ്ലോറിഡയിലെ ഇളം വെയിലിൽ അനന്തമായി കിടന്നുകൊണ്ട് രാജ്യത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു റിട്ടയർഡ് ബിസിനസ്സുകാരനെ പോലെയാണ് അയാൾ. 20ാം നൂറ്റാണ്ടിന്റെ പാപങ്ങളെ കുറിച്ച് അനുഭവപ്പെടുന്ന വൈദികനെ പോലെ ലോകത്തിൽ അവരൊഴികെ ഒഴിച്ചവരല്ല മര്യാദക്കാരായാൽ എല്ലാം സാങ്കല്പിക ലോകം അല്ലെങ്കിൽ ഉട്ടോപ്യ പോലെയായി തീരുമെന്നുള്ള രാഷ്ട്രീയക്കാരെയും പശുക്കർത്താക്കളെയും പോലെ സമൂഹം തന്നോടും തെറ്റ് ചെയ്തു എന്ന് കരുതുന്ന നിയമനിഷേധിയായ ഭവനവേദന കവർച്ചക്കാരനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട ഒടുവിൽ നിലനിൽക്കപ്പെട്ട ഒരു അമിത വ്യത്യാസത്തിനെ പോലെ നമ്മുടെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയായാലും നമ്മൾ പലരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം വെറുപ്പുകളിലും സ്വയം സഹതാപങ്ങളിലും മാത്രം താല്പര്യമുള്ളവരല്ലേ? സ്വാർത്ഥത പ്രശ്നങ്ങളുടെ മൂലകാരണമാണെന്ന് നാം കരുതുന്നു. ഭയത്താലും സ്വന്തമായ മിഥ്യാധാരണകളാലും ഭാഗ്യാന്വേഷണങ്ങളാലും സ്വയം സഹതാപത്താലും നയിക്കപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ സഹജീവികളുടെ മേൽ കുതിര കയറുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അവർ പലപ്പോഴും യാതൊരു പ്രകോപനവുമില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ നമ്മെ എപ്പോഴും ദ്രോഹിക്കുന്നു. പക്ഷെ പലപ്പോഴും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ നാം എടുത്തിട്ടുണ്ടെന്നും നമ്മെ പിന്നീട് ദ്രോഹിക്കപ്പെടാവുന്ന സ്ഥിതിയിൽ നിർത്തിയിട്ടുണ്ടെന്നും അനിവാര്യമായി നാം കാണുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെയാണ് അത് ഉയർന്നു വന്നത്. സ്വച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യപാനാസക്തൻ ഒരു കടുത്ത ഉദാഹരണമാണ്. അയാൾ പലപ്പോഴും അങ്ങനെ കരുതുന്നില്ലെങ്കിലും അമിത മദ്യപാനസ്ഥനായ നമ്മൾ എല്ലാത്തിനുപരിയായി ഈ സ്വാർത്ഥത ഉപേക്ഷിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ദൈവം അത് സാധ്യമാക്കുന്നു. അദ്ദേഹത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായി സ്വാർത്ഥതയിൽ നിന്ന് മോചിതരാകുന്നുള്ള ഒരു മാർഗമുള്ളതായി കാണപ്പെടുന്നില്ല. ധാർമ്മികവും പ്രത്യേകവുമായ ദൃഢവിശ്വാസങ്ങൾ സമൃദ്ധമായി നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തന്നെ ശക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടോ ആശ്രയിച്ചുകൊണ്ടോ ഞങ്ങളുടെ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കാനും കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെയാവുന്നതിന്റെ മുഖ്യ കാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി, ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നത്. അടുത്തതായി, ഇനിയും അങ്ങോട്ട് ഈ ജീവിത നാളത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾക്കാരും തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങളൊരു ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളെ. മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു 2 പാരഗ്രാഫില് സെൽഫ് സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അൺമാനേജബിലിറ്റിയെ സംസാരിക്കുമ്പോൾ നമ്മൾ 2-3 പടികളിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പൊ 2-3 പടികളിലേക്കുള്ള യാത്രയില് നമ്മൾ ടേണിങ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ടേണിങ് എങ്ങോട്ടാണ്? അതർ സെന്റേർനെസ് അല്ലെ? മറ്റുള്ള കാര്യങ്ങള് സെന്റേർനെസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എപ്പോഴും 12 വാഗ്ദാനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ 9 സ്റ്റെപ്പ് പ്രമേയത്വത്തില് പറയുന്നത് സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോട് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാർത്ഥ കാര്യങ്ങള് എന്നുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മള് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങള് നമ്മളോട് തന്നെ കാഠിന്യമുള്ളവനും മറ്റുള്ളവര് ദയാലുവായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഈ അൺമാനേജബിലിറ്റി. എന്നിരുന്നാൽ തന്നെയും ഈ അൺമാനേജബിലിറ്റി നമ്മൾ പിന്തുടരുന്നുണ്ട്. എവിടെ വരെ? മരണം വരെ. കാരണം നമ്മളെടുക്കുന്ന തീരുമാനങ്ങള് എപ്പോഴൊക്കെ അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാകുന്നു അപ്പോഴെല്ലാം ജീവിതം അൺമാനേജബിൾ ആകും. കാരണം നമുക്കറിയാം, പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് ജീവിതം. അപ്പൊ പ്രവൃത്തികള് സെൽഫ് സെന്റേർഡ് ആകുന്നുണ്ടോ? എന്റെ
താല്പര്യങ്ങൾക്കനുസരിച്ച് എന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണോ എന്റെ ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളും. അങ്ങനെയാകുമ്പോൾ നമ്മളത് ദൈവം കളിക്കുകയാണ്. അപ്പൊ ദൈവം കളിക്കുന്ന ഏർപ്പാട് നിർത്തണം എന്നാണ് പറയുക. അപ്പൊ അവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് എത്തുന്നത്. അവിടെ നിന്നാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക്. കാരണം 10-ാം പടിയില് നമ്മൾ പറയുന്നുണ്ട്, നമ്മളൊരു വേൾഡ് ഓഫ് സ്പിരിറ്റ് അല്ലെ, ഒരു ആത്മീയത, ഈ ചിന്ത ഞങ്ങളെ 10-ാം പടിയിലേക്ക് കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നും വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ തുടരുക എന്നതുമാണ് ഇത് അനുശാസിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ഒരു ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങളിൽ ആരംഭിച്ചു. ഞങ്ങൾ ആത്മീയതയുടെ ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത കർത്തവ്യം. ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരണം. സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുകയാണ്. ഇവയിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തലപൊക്കുമ്പോൾ അവ നീക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായ അടുത്ത ആരോടെങ്കിലും ഞങ്ങൾ ചർച്ച നടത്തും. ഞങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടെങ്കിൽ ഒട്ടും വൈകാതെ പരിഹാരം ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ ഞങ്ങൾ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമസംഹിത. അപ്പൊ അവിടെ വായിക്കുമ്പോൾ പറയുന്നുണ്ട് ജീവിതകാലം മുഴുവനും തുടരണമെന്ന്. അത് എന്തൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് സ്വാർത്ഥത ഇല്ലാതാക്കണം, സത്യമില്ലായ്മ ഇല്ലാതാക്കണം, വിദ്വേഷം ഇല്ലാതാക്കണം, ഭയമില്ലാതാക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാത്രിയില് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, തമ്പടിയുടെ ഭാഗത്ത് പറയുന്നുണ്ട്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിയാത്മകമായി ഞങ്ങളുടെ അന്നത്തെ ദിവസം പോലും പരിശോധിക്കുന്നു. ഞങ്ങൾ വൈരാഗ്യമുള്ളവരോ സ്വാർത്ഥ ചിന്തയുള്ളവരോ ആയിരുന്നോ, സത്യനിഷ്ഠയില്ലാത്തവരോ ഭയപരവശരോ ആയിരുന്നോ എന്നൊക്കെ ഞങ്ങൾ ആരെങ്കിലും മാപ്പ് പറയേണ്ടതുണ്ടോ? മറ്റൊരു വ്യക്തിയോട് ഉടൻ തന്നെ തുറന്നു പറയേണ്ടത് എന്തെങ്കിലും കാര്യം ഞങ്ങൾ സ്വയം മറച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവരോടും ഞങ്ങൾ ദയവുള്ളവനും കനിവുള്ളവനുമായിരുന്നിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? മിക്കവാറും സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നോ? അതോ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു? പൊതുവെ ജീവിതധാരയിലേക്ക് ഞങ്ങൾക്ക് എന്ത് പങ്ക് നൽകാൻ കഴിയും? ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഈ അവസരത്തിൽ മനപ്രയാസത്തിലേക്കും ദുഃഖത്തിലേക്കും അനാരോഗ്യകരമായ ചിന്തകളിലേക്കും മനസ്സ് തന്നെ പോലെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനക്ഷമത മേൽപ്പറഞ്ഞ മൂലം നഷ്ടപ്പെടാനിടയുണ്ട്. ഇപ്രകാരമുള്ള പുനഃപരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ദൈവത്തോട് മാപ്പിരക്കുകയും തെറ്റിദ്ധരുത്തി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എന്തെന്ന് ദൈവത്തോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. രാവിലെ ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള 24 മണിക്കൂറിനെ കുറിച്ച് ചിന്തിക്കാം. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രം ചിന്തകൾ ആവിഷ്കരിക്കുന്നു. അത് ആരംഭിക്കുന്നതിന് മുമ്പ് ദിവസത്തോടെ ഞങ്ങളുടെ ശരിയായ ചിന്തയ്ക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ആത്മനിന്ദയിലേക്കും അസത്യത്തിൽ നിന്നും തൻകാര്യം മാത്രം നിഷ്ഠയിൽ നിന്നും അകന്നു നിൽക്കുവാൻ ആവശ്യമായ മാർഗസിദ്ധിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ കഴിവുകളെ ഉറച്ച പരിസ്ഥിതിയോട് പ്രായോഗികമാക്കാൻ കഴിയുന്നു. കാരണം ഞങ്ങൾക്ക് വും ഞങ്ങൾക്ക് തലച്ചോറ് നൽകിയിട്ടുണ്ട്. ദുർമോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചിന്ത മുക്തമാക്കപ്പെടുമ്പോൾ ചിന്തയുടെ പിന്തുണയുള്ള ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ഉയർന്ന തലത്തിൽ നിന്നെത്തുന്നു. അപ്പോ ഈ വേൾഡ് ഓഫ് സ്പിരിറ്റ്, ഈ 10-ാം പടിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ 1-ാം പടിയില് ഈ അൺമാനേജബിലിറ്റിയില് ഇവിടെ തുടങ്ങുകയായിട്ടുള്ള നമ്മുടെ വില്ല് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് മറ്റ് സെൽഫ് സെന്റർനെസ്സും നോക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുന്നതിനായിട്ട് മറ്റുള്ളവർ സഹായിക്കുന്നതിനായിട്ട് നമ്മൾ ടേൺ ചെയ്യുന്നതാണ് നമ്മൾ ഈ പാരഗ്രാഫെല്ലാം വായിച്ചത്. ഈ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് വി എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുന്നു. ഞാൻ മാത്രമേ, അല്ലെങ്കിൽ എന്റെ കാര്യം, എന്റെ ഈഗോ, എന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അവരുടെ താല്പര്യം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റുവാൻ സാധിക്കണം. പറയുന്ന ഒരു വാക്കുണ്ട്, ഹെഡ് ഇൻ ക്ലൗഡ്സ് ഫീറ്റ് ഇൻ ഗ്രൗണ്ട് എന്ന്. അതായത് നമ്മുടെ തല ആകാശത്തായിരിക്കുമ്പോഴും കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം. എങ്ങനെയാണ് പറയുന്നത്? ആത്മീയതയുടെ ചിറകിലേറി ആകാശത്തുകൂടി പറന്നു കിടന്നാലും നിങ്ങളുടെ കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ സഹോദരന്മാരുള്ളത്. അപ്പൊ നമ്മുടെ തല എപ്പോഴും ആകാശത്തായിരിക്കണം. കാരണം ആത്മീയമായ ചിന്തകളിലൂടെ ആയിരിക്കണം നമ്മുടെ തല. പക്ഷെ നമ്മുടെ കാലുകൾ എപ്പോഴും നിലത്ത് തൊട്ടിരിക്കണം എന്നാണ് BW ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ശക്തിയുടെ അഭാവമാണ് നമ്മുടെ പ്രതിസന്ധി. ലാക്ക് ഓഫ് പവർ ഇസ് ഡയലാമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ലാക്ക് ഓഫ് പവർ കൊണ്ട് നമുക്ക് എന്തൊക്കെയാ സംഭവിച്ചത്? നമ്മുടെ പവർലെസ്നെസ് കണ്ടു. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിച്ചു, നമ്മുടെ ബന്ധങ്ങളെ.
ട്രബിൾ വിത്ത് പേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരന്മാരുണ്ട്, ജോലി സ്ഥലത്തെ ആളുകളുണ്ട്, അയൽവക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, സഹപാഠികളുണ്ട്, കൂട്ടുകാരികളുണ്ട്, ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പിനെ നമുക്കത് ബാധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇമോഷൻസിനെ ബാധിച്ചിട്ടുണ്ടാകും. നമ്മുടെ പെട്ടെന്ന് ദേഷ്യം വരിക, ഭയം വരിക, പിന്നെ സംതൃപ്തി ഇല്ലാതിരിക്കുക. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഇല്ലാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ മാനേജബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഫീലിംഗ് ഓഫ് യൂസ്ലെസ്നെസ്. നമ്മളെന്തിനും കൊള്ളില്ല, അങ്ങനെ മരിക്കാം, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആർക്കും ഒരു ഉപകാരമില്ലാതെ ഞാൻ ജീവിക്കുന്നതിനകത്തുള്ള ആ ഒരു ചിന്തകളെ നമ്മുടെ ജീവിതത്തെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സ്വന്തം ഇച്ഛയാൽ നയിക്കപ്പെട്ട സ്വാർത്ഥതയായിരുന്ന നമ്മളെ അതിൽ നിന്ന് മാറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് നമ്മളെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കോളിസത്തിന്റെ പടികൾ. എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനെ നമ്മുടെ ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന സ്വഭാവം ബാധിച്ചത്? കാരണം നമ്മള് പ്രത്യേകിച്ച് ഷുഗു എന്ന് പറയുന്ന ഞാൻ ഒരു നാടക നടനെ പോലെ തന്നെയായിരുന്നു. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ വസ്ത്രധാരണം തന്നെ, പ്രത്യേകിച്ച് വെള്ളയുള്ള വസ്ത്രവും ഷർട്ടുകൾ, ബ്ലാക്ക് പാൻസ്, ബ്ലാക്ക് ജീൻസ് ഒക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇട്ട് കയ്യില് എല്ലാ വിരലിലും മോതിരം, പിന്നെ ചെയിന്, മാല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സിനിമയിലെ നടന്മാരൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു ഇത് കാണിച്ചിട്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോ എന്റെ ആ നടപ്പില് ഞാൻ പുറമെ എല്ലാവരോടും വളരെ സ്നേഹവും കരുണയൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഞാനൊരു നടനായിരുന്നു. ഞാനൊരു വർക്ക് ഹോൾഡറുമായിരുന്നു. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ച്, ഞാൻ ഹെൽമെറ്റ് സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ വെച്ച് ഓരോ ജോലികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരെന്നെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നോട് കൃത്യമായിട്ട് പെരുമാറണം എന്നുള്ള ഒരുപാട് ഡിമാൻഡുകൾ വെച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്തെങ്കിലും തെറ്റുകൾ എനിക്ക് സംഭവിച്ചെങ്കിൽ ഒരിക്കലും ഞാൻ അത് അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. മറ്റുള്ളവരാണ് കുറ്റക്കാര്, അല്ലെങ്കിൽ എന്റെ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും പറ്റിയാൽ എന്റെ പാർട്ട്നേഴ്സാണ് കുറ്റക്കാര്, എന്റെ വീട്ടിലെന്തെങ്കിലും പറ്റിയ എന്റെ വൈഫാണ് കുറ്റക്കാര്, അല്ല അമ്മയാണ് കുറ്റക്കാര് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് ഞാൻ ചെറിയത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ സമ്മതിക്കുമെങ്കിലും കൂടുതൽ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു മനോഭാവമായിരുന്നു ഞാൻ കാട്ടിയിരുന്നത്. ഒരു ദേശീയ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെൽഫ് വിക്ടിം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ സ്വയം സഹതാപത്തിലും കോപിഷ്ഠനായ ധാർമ്മിക രാഷ്ട്രമുള്ള ഒരാളായിട്ട് ഞാനൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നു. എന്താണ് എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ബുക്കുകൾ പറയുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ കുറയ്ക്കണമെന്ന്. അത് മെമ്പർ ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, ജോലി സ്ഥലത്തുനിന്നുള്ളതായിക്കോട്ടെ, അതെനിക്ക് പലപ്പോഴും ഗുണമായിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ എന്നെ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്നുള്ള എക്സ്പെക്ടേഷൻ കുറയ്ക്കുന്നതാണ് എനിക്ക് കൂടുതൽ നന്നാവുക. എന്റെ ഒരു സെൽഫ് സീക്കിംഗ് മെന്റാലിറ്റി, അല്ലെങ്കിൽ സെൽഫ് സീക്കർ ആയിട്ടുള്ള സ്വയം സ്വാർത്ഥപരമായ ഒരു ചിന്താഗതിയുള്ള എന്നിൽ നിന്ന് അത് പഴയ ഷുബുവിൽ നിന്ന് പുതിയ ഷുബുവിലേക്കുള്ള ഒരു യാത്രയ്ക്കായിട്ടാണ് അൺമാനേജബിലിറ്റിയെ കുറിച്ച്, സ്വാർത്ഥതയെ കുറിച്ച് ആൽക്കോളിസം എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്നിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്താലേ ശരിയാകുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. അതായത് ഞാൻ ഓർക്കുന്നത്, എന്റെ വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചപ്പോ
ഞാൻ ആ ഫോൺ അവർ മേടിച്ചതിനെ കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ സങ്കടപ്പെടുകയും ഞാൻ അവരെ വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയാതെ ഫോൺ മേടിച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് അത്രയ്ക്കും സ്വാർത്ഥന. അതായത് ഒരു മനുഷ്യനും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു എന്റെ വീട്ടിലെ കാര്യമാണ്. അത് എന്റെ വൈഫ് മേടിച്ചാണ്. എന്റെ വീട്ടില് എന്റെ സഹോദരിമാര് രണ്ടുപേര് ഫോൺ മേടിച്ചപ്പോ എന്നോട് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ഞാനത് വല്ലാതെ പ്രശ്നമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിന് ഇന്ന് ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം അതെനിക്ക് കൃത്യമായിട്ടറിയാം. അവരിപ്പോ ഏത് ഫോൺ ഉപയോഗിക്കുന്നത് പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ വിളിച്ചാൽ അവരെ സംസാരിക്കണം. അത്രയുള്ള ഒരു ആവശ്യം മാത്രമേ നമ്മൾ പെരുമാറുള്ളൂ. അപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വല്ലാതെ ഇടിച്ചു കയറുന്ന ഒരു ബുക്കിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറുന്ന കൊടുങ്കാറ്റ് പോലെ അഞ്ഞടിക്കുന്ന ഒരാളായിട്ട് ഞാൻ തീർന്നിരുന്നു. അപ്പോ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരും ഈ തരത്തിൽ പെരുമാറണമെന്നുള്ള ഒരു ആഗ്രഹം, അതിനാണ് അവിടെ ഒരു വാക്ക് പറയുന്നത്. സ്വന്തം മറ്റു സഹനടന്മാരും ഈ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഈ നാടക നടനെ പോലെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് എനിക്ക് സംതൃപ്തി കിട്ടിയിരുന്നില്ല. ഒരു കല്യാണ വീട്ടിൽ പോയാല് ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ വൈഫൊക്കെ മിക്കവാറും പറയുകയൊക്കെ ചെയ്യും, അവിടെ പോയി കുടിക്കരുത്, എനിക്ക് നാണക്കേടുണ്ടാക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് പറ്റുന്ന തന്നെ രംഗം ഏറ്റെടുക്കും. ഇപ്പൊ ഫുഡൊക്കെ വിളമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി ഫുഡ് വിളമ്പുന്നു, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരു ഓവറായിട്ട് അവിടെ ഒരു പ്രദർശന പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ ഞാൻ ഓർക്കണം, ഞാൻ എന്റെ ഒരു കൂട്ടുകാരന് എന്റെ കൂടെ നഴ്സിംഗ് പഠിച്ച ആളാണ്. അപ്പൊ അയാള് ഒരു ബൈക്ക് ആക്സിഡന്റ്, കൊച്ചിയിൽ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യാണ്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇതറിഞ്ഞ ഉടനെ തന്നെ കാർ കൊടുത്ത് ഫോട്ടോയൊക്കെ ആയിട്ട് അവിടെ മുതലേ കുട്ടിയാണ്. നാട്ടിലേക്ക് കാലടി ഭാഗത്താണ് അവന്റെ വീട്, വല്ലത്താണ് അവിടെ. അപ്പൊ ഞാൻ അവിടുന്ന് വല്ലം വരെ എത്തുന്നതിന് മുമ്പ് ഒരു ഇന്ന ബാറിൽ കയറി കുടിച്ചു. എന്റെ ശവടക്കിന്റെ ഏകദേശം 3 മണി 4 മണി വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. ചെല്ലുന്ന വഴി തന്നെ ഞാൻ അലമുറയിട്ട് കരയാണ്. കാരണം ഈ തലേ ദിവസം മരിച്ച കൊച്ചിന്റെ അമ്മയപ്പനും ഒക്കെ ഏകദേശം കരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ആ സാഹചര്യത്തോട് യോജിച്ചിരുന്നു. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ വളരെ അലറി വിളിച്ച് അവിടെ ചെന്ന് അവിടെ കെട്ടിപ്പിടിച്ച് കരയുകയും, അപ്പൊ എന്റെ ചെവിയില് അതിന്നും ഞാൻ ഓർക്കുന്നില്ല, ഒരു ആള് വന്നിട്ട് നാടകം കളിക്കാം പിന്നെ ആവട്ടെ എന്ന് പറയുന്ന ഒരു വാക്ക്. നാടകം കളിക്കാം പിന്നെ ആവട്ടെ, അത് തന്നെയാണ് ഞാൻ ഒരു നാടകം നടത്തി. സത്യത്തിൽ അയാൾ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. കാരണം പിന്നീടുള്ള ഒരുപാട് ഷോകളിൽ ഞാൻ ഏതിൽ വന്നതിനൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് അത് അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ കൃത്യമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനും അവരോടുള്ള ദുഃഖം രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. കല്യാണത്തിന്റെ കാര്യത്തില് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് മധ്യമുള്ള ഭാഗത്തേക്ക് ഓടി പാഞ്ഞെടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ കല്യാണത്തിലൊക്കെ പോയിട്ടുണ്ട്, പിന്നീട് ഞാൻ പല പരിപാടികൾക്കും പോയിട്ടുണ്ട്. പക്ഷെ മധ്യമുള്ള ഭാഗത്തേക്ക് പോകാതെ കൃത്യമായിട്ട് അവിടെ ഇപ്പൊ വിളമ്പണമെങ്കിലൊക്കെ നമ്മൾ വിളമ്പൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്ത് പുറത്തു വരികയാണ്. അപ്പൊ ഈ ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള എന്റെ മാത്രം കാര്യം അന്വേഷിക്കുന്ന ഒരു നാടക നടനെ പോലെയായിരുന്നു ഞാൻ. എനിക്കുണ്ടായിരുന്ന മിക്ക വഴക്കുകളും തന്നെ എന്റെ സ്വാർത്ഥത കൊണ്ടും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിനെല്ലാം ആധാരം ചില ഭയങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടായ ചില വിദ്യാധാരണകളിലൂടെയൊക്കെയാണ് ഞാൻ മറ്റുള്ളവരുടെ മേലേക്ക് കുതിര കയറാനൊക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നത്. എന്റെ വിചാരം, ഞാൻ ഈ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് അപ്പൊ നമ്മള് നടക്കുമ്പോ ഇന്ത്യ നാട്ടിലൊക്കെയാണ് നടക്കുന്നത്. എന്റെ വിചാരം എല്ലാം ലോകം മുഴുവൻ നടക്കുന്നത് എന്റെ കൈക്കുമ്പിളിലാണ് എന്നുള്ളൊരു ധാരണ, പ്രത്യേകിച്ച് എന്റെ സ്വന്തക്കാരുടെ ഇടയില് അല്ലെങ്കില് കോളേജില് ഞാൻ അങ്ങനെ ലോകം മുഴുവൻ എന്റെ കയ്യിലൂടെ കറങ്ങുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികളും ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോ ഈ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിരുന്നു എന്റെ എല്ലാ തീരുമാനങ്ങളും. ഞാൻ എന്നുള്ളതായിരുന്നു എന്റെ മുദ്രാവാക്യം തന്നെ. അപ്പോ ആത്മസംതൃപ്തി വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, എനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു പ്രശ്നവും മറ്റുള്ളവരുണ്ടാക്കിയതല്ല.
അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ആ പ്രശ്നത്തിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്റെ സംസാരവും എന്റെ പ്രവൃത്തികളും മൂലമാണ്. എന്നിൽ നിന്ന് തന്നെയാണ് അത് ബുക്കിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പന്തുരുട്ടാൻ തുടങ്ങിയത് നിങ്ങളാണല്ലോ എന്ന്. സത്യത്തില് അത് തന്നെയാണ്. ഒരു കളി തുടങ്ങാനായിട്ട് പന്ത് ഉരുട്ടണം. ഫുട്ബോളിലൊക്കെ ആദ്യം പന്ത് ഉരുട്ടുന്ന വാങ്ങുക. അപ്പൊ ഏത് കളിയാണെങ്കിലും തുടങ്ങി വെക്കുന്നത് ഞാനാകും. അങ്ങനെ ഈ വല്ലാത്തൊരു വിവിധ മധ്യാസക്തിനുണ്ടാകേണ്ട ആ സ്വാർത്ഥതയുടെ എല്ലാ പാരമ്യത്തിലും ഞാൻ നിന്നിരുന്നു. ഏയാണ് ആ സ്വാർത്ഥതയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും സ്വാർത്ഥത കടന്നു വരുമ്പോഴും വീണ്ടും നിസ്വാർത്ഥനായിട്ട് ഇരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതും ആൽക്കോളിസ് എൻഎംഎസിലെ അംഗങ്ങളായ നിങ്ങളുടെയൊക്കെ ഷെയറിങ്ങും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമും എന്റെ സ്പോൺസറിങ് അതിനെ സഹായിക്കുന്നു. അപ്പൊ സ്വാർത്ഥത ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. എന്റെ മോചനം സാധ്യമാകണമെങ്കിൽ ഈ പരിപൂർണമായിട്ട് ഈ സ്വാർത്ഥതയിൽ നിന്ന് മോചിതനാകണം. എനിക്ക് മാത്രമേ മറ്റ് ധാർമ്മികമായ തത്വങ്ങളോടുള്ള ഒരു കൂറ് പുലർത്താനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു, ധാർമ്മികമായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും മദ്യം കടന്നു വന്നതോടുകൂടി അധാർമികമായി ചിന്തിക്കുകയും സ്വാർത്ഥതയാൽ ജീവിതം മുങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോ ധാർമ്മികമായി ജീവിക്കണമെന്നും ഒരു ധാർമ്മിക തത്വങ്ങളിൽ ഊന്നി എന്റെ ജീവിതം കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഈ 12 പടികൾ ചെയ്യാനായിട്ട് ഞാന് ശ്രദ്ധിച്ചത്. തന്നിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് തന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഒരു ഉയർന്ന ശക്തിയെ ആശ്രയിക്കാനായിട്ട് എനിക്ക് കഴിവുണ്ടായിരുന്നില്ല. അപ്പോ കോൺസെൻട്രേഷന് 1-ാം പടി എനിക്ക് പ്രേരണ നൽകുന്നത്, എനിക്ക് പവർലെസ്നെസ് ഉണ്ട്, എന്റെ ജീവിതം അൺമാനേജബിൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഉന്നത ശക്തിയെ അല്ലെങ്കിൽ ഹയർ പവറിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തില് പറഞ്ഞു തരുന്നത്. നമ്മുടെ പുസ്തകത്തിൽ 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഫ്ലോറിഡയിലെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാന് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന് ഒന്നും ചെയ്യാതെ അയാൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. ഒരു വിന്റർ സമയത്ത് ആകാശത്ത് വന്ന സൺഷൈൻ കണ്ടത്, അല്ലെങ്കിൽ സൂര്യപ്രകാശം കണ്ടുകൊണ്ട് നെടുവപ്പെട്ടുകൊണ്ട് അയാള് നമ്മുടെ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സാഡ് സ്റ്റേറ്റ്, മോശമായ അവസ്ഥയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഒരു പുരോഹിതൻ തന്റെ 20-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന ചിന്തിക്കുന്നു. മറ്റൊരാള് പൊളിറ്റീഷ്യനാണ്. അയാൾക്ക് മുന്നിൽ നോക്കുന്ന ലോകം ഉട്ടോപ്യ പോലെയാകും, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകമാണ് ഉട്ടോപ്യ എന്ന് പറഞ്ഞത്. അതുപോലെ ആകും അപ്പൊ അയാളെ പോലെ മറ്റുള്ളവരും പെരുമാറിയാൽ എന്നുള്ളതാണ്. അപ്പൊ 3 ഉദാഹരണങ്ങളാണ് അവിടെ ഈ സെൽഫിഷ്നെസിനെ കുറിച്ച്, അല്ലെങ്കിൽ സെൽഫ് സെന്ററിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് ആൽക്കോൺസിലൂസ് സഹായിക്കുന്നത്. പ്രാർത്ഥനയില് ആദ്യ വഴി ഇത് തന്നെയാണ്. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിന്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ജീവിതം ഞാൻ ഭംഗിയായി നിറവേറ്റും. എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കുവാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടവരട്ടെ. അപ്പോ എപ്പോഴും ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആണ് 1-ാം പടി നമുക്ക് തരുന്നത്. 1-ാം പടിയാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കവാടം സൃഷ്ടിക്കാൻ പോവുകയാണ്. ആൽക്കോളിസം അനോണിമസിന്റെ ആദ്യത്തെ പടിയില് പറയുന്നത്, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു, അല്ലെങ്കിൽ വി അഡ്മിറ്റഡ് എന്നാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. എന്തുകൊണ്ടാണ് ഈ ഞങ്ങൾ? ആരാണ് ഈ ഞങ്ങൾ? സാധാരണ അവിടെ പറയേണ്ടത്, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞാൻ സമ്മതിച്ചു, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയേ എന്നല്ലേ.
ബിഗ് ബുക്കിൽ എന്തുകൊണ്ട് ഇത് വി അല്ലെങ്കിൽ ആ പടികളിലെല്ലാം നമ്മൾ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം സ്റ്റെപ്പ് എപ്പോഴും രണ്ടുപേരായിട്ട് ചെയ്യുന്നതാണ്. ഒന്ന് ആൽക്കഹോളിക് ആയിട്ടുള്ള ഞാനും എന്റെ സ്പോൺസറും, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ വി അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പായ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചും കൂടി പറയാനാണ്. തീർച്ചയായും വി ഞാൻ എന്നല്ല, ഞങ്ങൾ സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പൊ സാധാരണ എന്റെ സ്പോൺസറൊക്കെ ആദ്യത്തെ സ്പോൺസറായിരുന്ന കെന്നത്ത് റോബർട്ട്സ് പറഞ്ഞു മദ്യത്തെ മുന്നിൽ ശക്തിഹീനനെന്ന് ഞങ്ങൾ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പറ്റിയിട്ട് ഷിബു എന്ന് അവിടെ എഴുതണം. അപ്പൊ മദ്യത്തെ മുന്നിൽ ശക്തിഹീനനെന്ന് ഷിബു സമ്മതിച്ചു. ഷിബുവിന്റെ ജീവിതം അനിയന്ത്രണം. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം നമ്മൾ എന്നൊക്കെ പറയുമ്പോ വേറെ എവിടെയോ കിടക്കുന്ന എന്തെങ്കിലും സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അവിടെ പേരെഴുതി വെച്ചാൽ ബുക്കില് പേരെഴുതി വെച്ചാൽ നല്ലതാണെന്ന് എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞതായ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ആളുടെ അല്ലെങ്കിൽ ഒരു സ്പോൺസറുടെ സഹായത്താൽ ആകുന്നതാകും നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്? കാരണം അവിടെ ഒരു ശക്തി നമ്മൾക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളിത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് ഒന്നിച്ചു ചേർന്നാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ശക്തി കിട്ടുമെന്നൊക്കെയാണ് നമ്മളൊക്കെ നമ്മളോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എന്റെ ജീവിതത്തില് പവർലെസ് ആയിട്ടുള്ള സംഗതിയാണ് എനിക്ക് ആൽക്കഹോളിസത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗത്തിന് മുമ്പിൽ ശക്തിഹീനനാണ് എന്ന് പറയുമ്പോഴും എനിക്ക് പലപ്പോഴും ഈ അൺമാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം 4 വർഷം കൂടി നിർത്തിയ ആള് പിന്നീട് കുടിച്ച് 5 വർഷം കഴിഞ്ഞിട്ടുമായിരുന്നു അതിനെ കണ്ടെത്തിയത്. അപ്പൊ ആ 5 വർഷം കൊണ്ട് ഞാനെടുത്ത ആ ഒരു സ്ട്രഗിളും ആദ്യം 4 വർഷം കുടി നിർത്തിയതിന് തൊട്ട് മുമ്പ് എടുത്ത കുറെ സ്ട്രഗിളുകളും ഒക്കെ എന്നെ ഒരു ചിന്തയിലേക്ക് ഏലെത്തിയപ്പോ തന്നെ വരുത്തി ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന്. പക്ഷെ അൺമാനേജബിലിറ്റിയെ പറ്റി എന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത് എന്റെ സ്പോൺസർ തന്നെയാണ്. എന്റെ സ്വന്തം ശക്തി കൊണ്ട് കുടി നിർത്താമെന്ന് വിചാരിച്ചിരുന്ന പല നാളുകളിലും എനിക്കത് സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ട് 2 മാസം 3 മാസം ഒക്കെ കുടി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കുടിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഞാൻ കുടി നിർത്തിയിരുന്നു. പക്ഷെ എനിക്ക് വീണ്ടും കുടി തുടങ്ങുമ്പോഴെല്ലാം എന്റെ ഈ പവർലെസ്നെസ്സിനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചിരുന്നു. എനിക്ക് പലപ്പോഴും ഞാനൊരു ബിഞ്ച് ഡ്രിങ്കർ ആണോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒക്കെ നിർത്താനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു. 1 മാസോ 2 മാസോ ഒക്കെ കുടി നിർത്താനൊക്കെ ആയിട്ട് സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എനിക്ക് കുടി നിർത്താൻ സാധിക്കുമായിരുന്നു. അപ്പൊ അത് ഒരു പക്ഷെ ഞാനൊരു ബിഞ്ച് ഡ്രിങ്കർ ആയിരിക്കും. ഏതായാലും ബിഞ്ച് ഡ്രിങ്കർ ആണെങ്കിലും ഒരു മദ്യാസക്തനാണ് എന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരുവിധ സംശയവും എന്നിൽ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ മദ്യം എടുത്തു കഴിയുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായൊരു ചിത്രം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പവർലെസ്നെസ് ആണ് എന്ന് സമ്മതിക്കുന്ന ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അൺമാനേജബിലിറ്റി എനിക്ക് സമ്മതിക്കാനായിട്ട് കുറച്ച് കാലങ്ങൾ എടുത്തു എന്ന് തന്നെ വേണം കരുതാൻ. അൺമാനേജബിലിറ്റി മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിയാതിരുന്നത് ഒരു പക്ഷെ ഇതെല്ലാം കടന്നിരുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, എന്റെ ചിന്തകളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സൈഡിലായിരുന്നു അത് ഇരുന്നത്. അത് അല്ലെങ്കിൽ ഒരു പക്ഷെ എന്റെ ചില ഡിനയലുകൾ കൊണ്ട് അല്ലെങ്കിൽ നിഷേധങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് അൺമാനേജബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ സക്സസ്സിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് എന്റെ ചിന്തകളൊക്കെ വന്നത്. അപ്പൊ പലപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളൊക്കെ നടക്കുമ്പോ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നന്നായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കല് ഞാനൊരു മദ്യപിച്ചിട്ട് ഒരു സ്ഥലം അതിന്റെ വില കുറഞ്ഞ വിലക്ക് വിറ്റു. അത് വീട്ടിൽ വലിയ പ്രശ്നമൊക്കെ ആയി. അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്നത് എന്റെ സ്പോൺസറാണ്. എപ്പോഴാണ് അൺമാനേജബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, പലപ്പോഴും മദ്യപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴോ, ലൈസൻസ് നഷ്ടപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് ഒരു രോഗം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ ആയിരിക്കാം ഈ അൺമാനേജബിലിറ്റി കൂടുതൽ വ്യക്തതയിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്.
അൺമാനേജബിലിറ്റി കൊണ്ട് ഒരുപാട് കോൺസിക്വൻസസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ സഹിക്കാൻ തയ്യാറാവുന്ന ഒരു അംഗം സർവൈവ് ചെയ്ത് കഴിഞ്ഞ് ഒരു സുബോധാവസ്ഥയിലേക്ക് കൂടുതൽ കാലം നീട്ടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും കോൺസിക്വൻസിന് അദ്ദേഹം നന്ദി പറയും. സാധാരണ ഒരു ലൈസൻസ് നഷ്ടപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ മദ്യപിച്ചൊരു വാഹനമുണ്ട് അപകടം ഉണ്ടാകുന്ന ആളോ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളോ അപകടമുണ്ടായി തന്റെ ശരീരത്തിന് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ആളോ ദൈവത്തിന് നന്ദി പറയാറില്ല. പക്ഷെ അതിനുശേഷം ആ കോൺസിക്വൻസസ് വന്നതിന് ശേഷം ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് എത്തുമ്പോ അവർ പറയുന്നത് പലപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നതും ദൈവമേ അങ്ങേക്ക് നന്ദി, എനിക്ക് ആ സംഭവം ഉണ്ടായതിൽ അതുകൊണ്ടാണല്ലോ എനിക്ക് തുടരാൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പൊ കോൺസിക്വൻസസ് ഉണ്ട്. അപ്പൊ ആ കോൺസിക്വൻസസ് നന്മയായിട്ട് മാറും. മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിനയൽ സ്റ്റേജ് മാറിയിരിക്കണം. കാരണം കഴിഞ്ഞ വർഷം ഞാൻ എന്റെ സ്പോൺസറായിട്ട് സംസാരിച്ചപ്പോ ജയിലിൽ കിടക്കുന്നുണ്ട്, അയാളോട് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്റെ ലൈഫ് അൺമാനേജബിൾ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സ്പോൺസറായിട്ടുള്ള ആള് അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ജയിലിൽ. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ലൈഫ് അൺമാനേജബിൾ അല്ല എന്ന്. അപ്പൊ ഓരോരുത്തരുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ് അല്ലെ, ഓരോരുത്തരും എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ വന്നെത്തിയത് എന്നൊക്കെ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ളതാണ് ഈ അൺമാനേജബിലിറ്റിയെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടുന്നത്. തീർച്ചയായും എനിക്ക് ഇന്ന് അറിയാം, കുറെ കാലമായിട്ട് മദ്യപിക്കാതിരിക്കുന്ന ഞാൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്റെ സ്വഭാവ വ്യത്യാസങ്ങൾ വളരെ പെട്ടെന്ന് എല്ലാ സമയവും തെറിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഇന്ന് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് അധികം അത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല, തെരുവാക്കുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഞാൻ തെരുവാക്കുകൾ ഒരു ദിവസം ഒരു 24 മണിക്കൂറിൽ 250 300 തവണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ആള് ഇങ്ങനെ കുറഞ്ഞു ആഴ്ചയിലൊരിക്കലായി, മാസത്തിലൊരിക്കലായി, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലായി ഒക്കെ അങ്ങനെ കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു അത് പല സ്വഭാവം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഭയം വരിക, മറ്റുള്ളവരോടുള്ള അസൂയ ഉണ്ടാവുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, മറ്റുള്ളവരുടെ സ്നേഹം പഠിപ്പിക്കാതിരിക്കുക, അങ്ങനെ പല 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 ജീവിതത്തിലുണ്ടായിരുന്ന കുട്ടിക്കാലത്തുണ്ടായിരുന്ന അൺമാനേജബിൾ ലൈഫിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ലൈഫ് നയിക്കാൻ സാധിക്കുന്ന കാണുമ്പോഴാണ് എന്റെ ഒരു ജീവിതം അത്രമാത്രം അനിയന്ത്രിതമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ബുദ്ധി കൊണ്ടുള്ള ഒരു ചിന്തയിലൂടെയല്ല ഞാൻ പലപ്പോഴും അൺമാനേജബിലിറ്റിയെ ചിന്തിക്കുന്നത്. ഞാൻ അത്രമാത്രം ഈ കുറിച്ചൊക്കെ കഴിയുമ്പോ ഞാൻ ഓർക്കുന്ന ഒരു ദിവസം കോളേജില് പ്രശ്നമുണ്ടായി. എന്റെ കൂട്ടുകാരൻ ഞാനോട് കൂടി മറ്റൊരാളെ കത്തിക്ക് ാനായിട്ട് പോവുകയും എന്റെ കൂട്ടുകാരൻ അയാളെ കത്തിക്ക് കുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അയാൾക്ക് സ്കിന്ന് പയ്യൊന്ന് ചെറുതായിട്ട് കട്ടായതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അന്ന് നടന്ന സംഭവം പിന്നീട് ഞാൻ എത്തിയപ്പോ ഞാൻ ചിന്തിച്ചത്, അന്ന് അയാൾക്ക് എന്തെങ്കിലും ആഴത്തിൽ മുറിവെക്കുകയോ അയാൾ മരണപ്പെടുകയോ ചെയ്തായിരുന്നെങ്കിൽ അന്ന് ജീവിതം എവിടെ ഉണ്ടാകുമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ബാറിലുണ്ടായ ഒരു അടിയില് അതിക്രൂരമായിട്ട് ഒരാളെ കുറെ ആളുകളൊക്കെ കൂടി, ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾക്ക് കൂടി മർദ്ദിക്കുകയും പോലീസ് കേസാവുകയൊക്കെ ചെയ്തു. അപ്പൊ അത് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിലും എനിക്ക് എന്തൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രകൾ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും മദ്യപിച്ചിട്ട് ഓടിക്കുന്ന ഒരവസ്ഥയില് ഒരു അപകടമൊന്നും പറ്റാതെ ദൈവം എന്നെ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് സംരക്ഷിച്ചത്. ഒരു 32ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് അന്ന് എന്തെങ്കിലും ഒരു തോന്നലില് വീണ്ടും ഞാൻ ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് എന്റെ അൺമാനേജബിലിറ്റിയെ കുറിച്ച് എനിക്ക് ഓർമ്മ. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, എന്റെ വീട്ടിൽ നിന്ന് എന്റെ മൂത്ത മോനെ 1-2 ദിവസം കൊണ്ടുള്ളൂ. അത് പെട്ടെന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്.
ഞാനെന്റെ വൈഫും അത് കൊച്ചിനെ ഞാൻ വീട്ടിലെടുത്തേക്ക്. അപ്പൊ വീട്ടില് വന്നപ്പോ അവന് പെട്ടെന്ന് അമ്മ കുളിപ്പിച്ചിട്ട് ഷർട്ട് കഴിച്ചേക്കുക. ഞാൻ പെട്ടെന്ന് ഞാൻ അമ്മോട് ചൂടാ എന്നാ ഷർട്ട് കഴിക്കാത്ത എന്തോ അതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പറയണേ, ഞാൻ കൊച്ചിനെ കൊണ്ട് പോകണം, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോകണം, അവിടെ ഞാൻ നഴ്സറിയിലിട്ട് പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാന് പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ഞാൻ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർ കൊച്ചിനെ കൊണ്ട് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഒരു നഴ്സറിയില് കൊണ്ടാക്കലൊക്കെ ആയിട്ട് ഞാൻ രാവിലെ ഇവനെ കൊണ്ട് നഴ്സറിയില് കൊണ്ടാക്കി കഴിഞ്ഞപ്പോ അതിന്റെ അവിടെ കിടന്ന കസേരയൊക്കെ അങ്ങോട്ട് കൊടുത്ത് മറിച്ചിട്ടിട്ട് ഞാൻ അവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. എന്റെ വീട്ടിലേക്ക്, അവിടെ ബാംഗ്ലൂരുള്ള വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ എപ്പോഴും എല്ലാ ദിവസവും കരച്ചിലാണ്, സ്കൂളിൽ പോകില്ല. പിന്നെ ഞാൻ വീണ്ടും തിരിച്ചമ്മച്ചിയുടെ അടുത്ത് കൊണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ അനേകം പറയുവാണെങ്കിൽ എടുത്ത് പറയാൻ പറ്റാത്തതും പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മാത്രം സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അൺമാനേജബിലിറ്റിയെ പറ്റി എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോ അങ്ങനെ ഓർമ്മകളിലൂടെയാണ് എന്റെ ജീവിതം ഞാൻ അത്രമാത്രം അൺമാനേജബിൾ, അനിയന്ത്രിതമായി പോയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരാൾക്ക് മദ്യം നിർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം അവന്റെ ജീവിതവും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ മദ്യം കഴിച്ചതിന് ശേഷം ഞാനെടുത്ത തീരുമാനങ്ങള് ചിലപ്പോ കേരളത്തില് എന്റെ വീട്ടിൽ നിൽക്കുന്ന ആൾ ഉടനെ തന്നെ ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിക്കുന്നു, ബാംഗ്ലൂരിൽ നിൽക്കുന്ന ആൾ മംഗലാപുരം പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എന്റെ യാത്രകളെയും ചിന്തകളെയും എല്ലാം നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ മദ്യത്തിന് മേലിൽ ഏൽപ്പിച്ചിരുന്ന ഒരാളായി മാറുമ്പോഴാണ് എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കവും വരില്ല. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മള് മേടിച്ചാൽ കൊടുക്കണ്ട അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തിയറിയിലേക്കൊക്കെ കുടിയനായിട്ടുള്ള ഒരാൾ എത്തുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഒരാൾ സെൽഫിഷ് ആയാൽ മാത്രമേ അയാൾക്ക് കുടി തുടരാൻ പറ്റുള്ളൂ. ഒരാൾക്ക് നുണ പറഞ്ഞാൽ മാത്രമേ കുടിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പുകളൊക്കെ ഇറക്കിയാൽ മാത്രമേ അയാൾക്ക് കുടിക്കാൻ പറ്റുള്ളൂ. കാരണം അവര് ഈ അനിയന്ത്രിതമായ ജീവിതാവസ്ഥയിൽ തുടർന്നുകൊണ്ടാണ് അത്. ഇപ്പൊ സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ ആ സെൽഫിഷ് സ്ട്രോങ്നെസ് കൂടുമ്പോഴാണ് കുടിയുടെ ഇതും കൂടുന്നത്. ഇപ്പൊ ഒരാൾ സത്യസന്ധനായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അൺസെൽഫിഷ് ആയിട്ടുള്ള ആൾക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. ഉടമ്പടിയുടെ അവസാനം 12 ഒരു കാര്യം പറയുന്നുണ്ട്. ദയയുടെ സന്ദേശം യാതന അനുഭവിക്കുന്ന മറ്റൊരാളിൽ എത്തിക്കുവാൻ തന്റെ സമയവും ഊർജവും ബലികഴിക്കുവാൻ ആരാഗ്രഹിക്കുന്നു? താൻ തന്നെ ജീവനോടെ ഇരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യബോധമില്ലെങ്കിൽ അങ്ങേയറ്റം സ്വാർത്ഥ തൽപരനായ ശരാശരി മദ്യപാനി ഇത്തരമൊരു ശ്രമത്തിന് മുതിരുന്നില്ല. അപ്പൊ അവനവൻ കുടിക്കാതിരിക്കുക, മറ്റുള്ളവരെ കുടിക്കാതിരിക്കാൻ സഹായിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ശരാശരി മദ്യപാനി കയ്യിലെടുത്താൽ മാത്രമാണ് കുടിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നാം പടി അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം അവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, മദ്യപാനാസക്തിയുടെ പ്രഹരത്താൽ ഞങ്ങൾ എയിലേക്ക് എത്തിപ്പെട്ടു, ഞങ്ങളുടെ അവസ്ഥയുടെ മാരകമായ പ്രകൃതം ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ മാത്രമാണ് ദൃഢവിശ്വാസത്താൽ ഞങ്ങൾ തുറന്ന മനസ്സുള്ളവരായതും മരണാസന്നനെ പോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾ തയ്യാറായതും കാരുണ്യരഹിതമായ ഈ ഒഴിയപാതയെ നമ്മിൽ നിന്ന് അകറ്റാൻ എന്തു ചെയ്യാനും തയ്യാറായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പൊ ഒന്നാം പടി അംഗീകരിക്കുന്നതിലൂടെ ഈ മാരകമായിട്ടുള്ള മരണാസനെ പോലെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം, ഒരു വെയിലെത്തുന്ന ഒരാള് തികച്ചും ബലഹീനമായിട്ടുള്ള, കാരണം 90 കിലോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആള് 40 കിലോ 30 കിലോ ഒക്കെ ആയിട്ട് വന്നത് നമ്മള് ഏതിൽ കാണുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ബലഹീനനായ ഒരാളാണ് ഞാനെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ മരണാസനം. ഇപ്പൊ നമ്മളേലും ആദ്യമായിട്ട് വരുന്ന ആളെ ICU പേഷ്യന്റിനെ പോലെയൊക്കെ നമ്മൾ കാണുന്നു എന്ന് പറയാം. അവർക്ക് പ്രത്യേക പരിചരണം നമ്മൾ കൊടുക്കും. ന്യൂക്കമറൊക്കെ ആണെങ്കിൽ നമ്മള് അവരോട് കൂടുതൽ സംസാരിക്കാനുള്ള സമയം കൊടുക്കും. പല കാര്യങ്ങളും നമ്മൾ അവരുടെ ഇഷ്ടത്തില് ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ തയ്യാറാണ്. കാരണം അവൻ സോബറാകണമെന്നുള്ള അതിയായ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു ശരാശരി മദ്യപാനി ഒരു സ്വയം പര്യാപ്തത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആണ് മദ്യം കടന്നു വരുന്നതെങ്കിൽ
അത് ആർത്തി പിടിച്ച പലിശക്കാരനെ പോലെ നമ്മുടെ ആ സ്വയം പര്യാപ്തതയെല്ലാം അല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി എല്ലാം ഊറ്റിയെടുക്കുന്നുവെന്നും ആ ക്രൂരമായ യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ മാത്രമേ നമ്മുടെ പാപ്പരത്വം അല്ലെങ്കിൽ ഈ മദ്യത്തിന് മുന്നിലുള്ള നമ്മുടെ പാപ്പരത്വം പൂർണ്ണമായി നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പരിപൂർണ നാണക്കേടിനെ അല്ലെങ്കിൽ മദ്യത്തിന് മുന്നില് ശക്തിഹീനനാണ് എന്നുള്ള പരിപൂർണമായിട്ടുള്ളൊരു നാണക്കേടിനെ നമ്മൾ ഇന്ന് മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. കാരണം പരിപൂർണ പരാജയം നമ്മൾ സംവദിക്കുമ്പോൾ മാത്രമാണ് റിക്കവറിയിലേക്കും അല്ലെങ്കിൽ കരുത്തിലേക്ക് മുക്തിയിലേക്ക് അല്ലെങ്കിൽ കരുത്തിലേക്ക് ഉള്ള ആദ്യത്തെ പടി ഞങ്ങൾക്ക് പൂർണ്ണമായും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. നമ്മുടെ ശക്തിഹീനതകളുടെ സമ്മതം ആത്യന്തികമായി സന്തുഷ്ടവും ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറഞ്ഞതുമായ ജീവിതങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിൽ ആവശ്യമായ ഉറച്ച അടിത്തറയാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ പടി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. അപ്പൊ നമ്മള് ഒരു കവാടം നിർമ്മിക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോ പടികളെയും ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ കവാടത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്, അടിത്തറ ഇടുന്നതിന്റെ സ്റ്റോൺ ആണ് ഈ ഒന്നാം പടി. അപ്പോ ഏഴിൽ ചേരുന്ന ഏതൊരു മദ്യപാനിയും അയാള് തന്റെ ഈ നശീകരണമായിട്ടുള്ള ഈ ദൗർബല്യത്തെ അംഗീകരിക്കണം, അല്ലെങ്കിൽ മദ്യപാനം ഉണ്ടായ പരിണത ഫലങ്ങളെ അംഗീകരിക്കണം. അത് അംഗീകരിക്കാത്ത ഒരാൾക്കും ഈ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതുകൊണ്ടോ ഈ റിക്കവറി പ്രോഗ്രാമിൽ നിന്നുകൊണ്ടോ ഒരു നന്മയും കൈവരിക്കാൻ സാധിക്കില്ല. കാരണം എളിമയാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അന്തസ്ഥത. സുബോധാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം അയാൾക്ക് ഈ എളിമയില്ലെങ്കിൽ അത് അപകടസ്ഥിതിയിലായിരിക്കും. കാരണം യഥാർത്ഥത്തിൽ ആൽക്കഹോളിക് അനോണിമസ് പറയുന്ന ഒരു സന്തോഷം കണ്ടെത്താൻ അയാൾക്ക് കഴിയില്ല. വിപുലമായ ഒരു അനുഭവത്താൽ സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം എളിമ അല്ലെങ്കിൽ പരിപൂർണ പരാജയം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു എളിമ. ആ എളിമയിലൂടെ ഉണ്ടാകുന്ന ഒരു കരുത്ത്, അതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ അടിത്തറ. അപ്പോ ഇത്തരം ഒരു പരിപൂർണ പരാജയം സമ്മതിക്കുന്നതിലൂടെയാണ് നമ്മുടെ സമൂഹം ഈ ലോകം മുഴുവനും വളർന്നതും പൂവിട്ടതും എന്നൊക്കെ ഒന്നാം പടിയില് നമ്മുടെ 12 വിവരിക്കുന്നുണ്ട്. അപ്പോ ആൽക്കഹോളിക് അനോണിമസിൽ വരുന്ന എല്ലാ അംഗങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പൂർണ്ണമായി പവർലെസ് ആയവര് അല്ലെങ്കിൽ അവരുടെ ജീവിതം പൂർണ്ണമായി അൺമാനേജബിൾ ആയത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഒരാൾ തകർന്നു വീഴുന്ന അത്ര മറ്റേയാൾ തകർന്നു വീഴുന്നിട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ തകർന്നു വീണ വീഴ്ചയുടെ അത്രയും എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ആൽക്കഹോളിക്ക് വീഴേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മദ്യപാന ജഗത്തിന് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഡ്രിങ്കിങ്ങിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഓരോരുത്തരും ഞങ്ങൾ എത്രമാത്രം നിയന്ത്രണം വിട്ടുപോയി, അല്ലെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്നത് ഒരു സ്വഭാവ ശീലമായി മാറിയത്, അല്ലെങ്കിൽ ഒരു മാരകമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മദ്യാസക്തി എത്തിച്ചത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് സംശയലേശം എന്നെ ഒരാൾക്ക് പറയുമ്പോൾ അയാൾ മദ്യപാന രോഗിയാണെന്ന് സമ്മതിക്കുകയും ഇനി മുതൽ അങ്ങോട്ട് കുറച്ചുകൂടി നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു മദ്യപാനത്തിന് ശ്രമിക്കാതെ മദ്യാസക്തിയെ പറ്റി ആൽക്കഹോളിക് അനോണിമസ് പറയുന്ന പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ തന്റെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്ത് അത്തരമൊരു മനോഭാവം പ്രായോഗികതയിലൂടെ നടപ്പിലാക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങൾ ഉളവാക്കുന്നത്. അപ്പൊ സുബോധാവസ്ഥ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരുപാട് ഇതിനുവേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്, മീറ്റിങ്ങിന് പോകേണ്ടതുണ്ട്. കാരണം ഈ ഒന്നാം പടിയുടെ 12 പറയുന്നത് ജോൺ ബാർലിക്കോനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം മദ്യത്തിന്റെ ഒരു പേരായിട്ടാണ് ഈ ജോൺ ബാർലിക്കോൺ എന്ന് പറയുന്ന ആളെ, അതൊരു ജോൺ ബാർലിക്കോൺ ആണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച വക്കീൽ എന്ന് പറയുന്നത് മദ്യത്തിന്റെ മറ്റൊരു വേർഷനായിട്ടാണ്. അതായത് മദ്യമായിരുന്നു എല്ലാ കാലത്തും നമ്മുടെ
ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു വക്കീൽ. ജോൺ ബാർലിക്കോൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബാർലിയിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു മദ്യത്തെ പറ്റി സൂചിപ്പിക്കാനാണ്. സോ അൺമാനേജബിലിറ്റിയെ പറ്റിയുള്ള കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു 3-4 ഉദാഹരണങ്ങൾ പറയാം. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിനക്ക് രാവിലെ എണീറ്റിട്ട് ഇന്ന് മുതൽ കുടിക്കുന്നില്ല എന്നൊക്കെ വൈഫിനൊക്കെ വാഗ്ദാനം കൊടുക്കും. പക്ഷെ അത് പാലിക്കാതിരിക്കപ്പെടുകയാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. പിന്നെ മദ്യപാനം മൂലം പാലിക്കേണ്ട പല നിയമങ്ങളും പാലിക്കാതിരിക്കുക. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ട് കാറിൽ സഞ്ചരിക്കുക, ഹെൽമെറ്റ് വെച്ചിട്ട് ബൈക്കിൽ സഞ്ചരിക്കുക, അതല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, ആക്സിഡന്റ് ഉണ്ടാവുക, ലൈസൻസ് നഷ്ടപ്പെടുക, ജയിലിലാവുക, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ അൺമാനേജബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാം. അതായത് മദ്യം ഞാൻ നിർത്തുകയാണെന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരാൾക്ക് അവര് ദേ ആർ ഗോയിങ് ടു ഡ്രിങ്ക് നോ മാറ്റർ വാട്ട്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കുടിക്കും. അപ്പോ നോട്ട് മാനേജബിൾ എന്നാണ് അൺമാനേജബിളിന്റെ മറ്റൊരു അർത്ഥം. അതായത് എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ട്, അസാധ്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യത്തിനെയാണ് അൺമാനേജബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഡാഷ്. ഈ ഡാഷ് ഈ 1-ാം പടിയിൽ കൊടുത്തിരിക്കുന്നത് 2 ടേമിനെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാനാണ്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് പവർലെസ്നെസ്, ശക്തിഹീനതയും, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് അൺമാനേജബിലിറ്റിയാണ്. അൽക്കോഹോളിസത്തിന്റെ ആദ്യത്തെ 164 പേജുകളില് അൺമാനേജബിൾ എന്ന വാക്ക് ഒരു പ്രാവശ്യം മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. അത് ആദ്യത്തെ പടിയില് നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം ആളുകൾ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങള് വിവരിച്ചിട്ടുള്ളതാണ് ബാക്കി 164 പേജുകളിൽ വിവരിക്കുന്നത്. പക്ഷെ ആൽക്കോഹോളിസത്തിന്റെ റൂമിൽ നമ്മൾ ഈ അൺമാനേജബിലിറ്റിയെ പറ്റി ധാരാളം കേൾക്കുന്നുണ്ട്. ഓരോ അംഗങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കഥയില് മിൽക്കില് പാലില് വിസ്കി ഒഴിച്ച ആളുടെ കഥ കേട്ടു. അതുപോലെ ധാരാളം അവസരങ്ങളില് നമ്മൾ ബിയർ മാത്രം കുടിക്കുക, ബ്രാൻഡി മാത്രം കുടിക്കുക, വിസ്കി മാത്രം കുടിക്കുക, വൈൻ മാത്രം കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പകൽ കുടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അൺമാനേജബിൾ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് അൺമാനേജബിലിറ്റിയെ പറ്റി പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു ആൽക്കഹോളിക്ക് ഒരു തീരുമാനം എടുക്കുകയാണ്, അയാൾക്ക് മദ്യം നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു പുതിയ ആൾ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, എന്റെ ജീവിതം എങ്ങനെയാണ് അൺമാനേജബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക്, അല്ലെങ്കിൽ എന്നോട് പലരും പറഞ്ഞു തന്നേക്കുന്ന, അല്ലെങ്കിൽ സ്പോൺസർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു തന്നേക്കുന്നത് പണം നഷ്ടപ്പെടുന്നത്, സമയം നഷ്ടപ്പെടുന്നത്. കാരണം ഇപ്പൊ ഞാനൊരു വൈകിട്ട് 4 മണിക്ക് ബാറി കയറി കഴിഞ്ഞാല് രാത്രി 1 മണി 2 മണി ആവാതെ വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ജോലികൾ മാറി മാറി നോക്കി, കൂട്ടുകാരെ മാറി നോക്കി, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോ നമ്മുടെ ഫീലിങ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ എപ്പോഴും റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്, അസ്വസ്ഥനും ചിന്തക്കാരനും അസംതൃപ്തനുമായ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു അതും കഴിക്കാതിരിക്കുമ്പോഴും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഫീലിങ്സിനെ ഒരു നല്ല രീതിയിലാക്കുന്നതിലേക്കാണ് 12 സ്റ്റെപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ 12 പടികളുടെ നമ്മുടെ പ്രോഗ്രാം നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഷിബു എന്ന് പറയുന്ന എനിക്ക് പ്രോബ്ലത്തെ അംഗീകരിക്കാൻ വളരെ ഈസി ആയിരുന്നു. ശരിയാണ്, ഞാൻ മദ്യപിക്കുമ്പോൾ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് അല്ലെങ്കിൽ പവർലെസ് ആണെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അൺമാനേജബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആ ഒരു ആശയം എന്റെ തലയിലേക്ക് കയറാനായിട്ട് ഒരുപാട് സമയമെടുത്തു. കാരണം എന്റെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരുന്ന ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ നന്നായി ചിന്തിക്കേണ്ടിയിരുന്നു. അതിനുശേഷമാണ് എനിക്ക് പലപ്പോഴും ജോബിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, മാറി മാറിയുള്ള താമസത്തെ കുറിച്ച്, മാറി മാറി വരുന്ന കൂട്ടുകാരെ കുറിച്ചൊക്കെയുള്ള ഒരു അംഗീകാരം എനിക്ക് എന്റെ ജീവിതത്തിൽ നെസസറി ആയിട്ട് മാറിയപ്പോഴാണ് ഞാൻ സ്റ്റെപ്പ് 1-ലെ അല്ലെങ്കിൽ 1-ാം പടിയിലെ അൺമാനേജബിലിറ്റി അംഗീകരിച്ചത്.
ആദ്യം ഈ മദ്യത്തെ കുറിച്ചാണ് നമ്മൾ പവർലെസ് എന്നായി കഴിയുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിൽ കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ പ്രശ്നമുണ്ടാകുന്നു. പവർലെസ് ഓവർ തിങ്കിങ് ആവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള പവർലെസ്സും നമുക്ക് അനുഭവപ്പെടും. അപ്പോ അതിന്റെ റീസൺ, അൺമാനേജബിൾ ആകുന്ന ജീവിതത്തിന്റെ റീസൺ, കാരണം നമുക്ക് കണ്ട് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്തൊരു സറണ്ടർ ആവശ്യമുണ്ട്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് സറണ്ടറാണ് ഞാനൊരു ആൽക്കഹോളിക് ആണെന്ന് സമ്മതിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മള് മീറ്റിങ്ങിന് വരുമ്പോൾ ആദ്യം പറയുന്നത് ഈ സറണ്ടറാണ്. അതായത് ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്, ദൈവത്തിന്റെ സഹായത്താലും യുടെ സഹായത്താലും ഇന്ന് കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ സറണ്ടർ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യത്തെ ഭാഗം അംഗീകരിക്കുകയാണ്. അത് രണ്ടാമത്തെ ഭാഗത്തെ അല്ലെങ്കിൽ അൺമാനേജബിലിറ്റിയുടെ സറണ്ടർ വരുന്നത് എന്റെ സ്വാർത്ഥതയെ സറണ്ടർ ചെയ്യുമ്പോഴാണ്. അതായത് ഈ രണ്ട് സറണ്ടറിലൂടെയും നമ്മൾക്ക് അടുത്തതായിട്ടൊരു ഉത്തരം കിട്ടുകയാണ്. അടുത്ത പടികളിലേക്ക്, രണ്ടാം പടിയിലേക്ക്, മൂന്നാം പടിയിലേക്കൊക്കെ പോകേണ്ട ഒരു ഉത്തരം കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമ്മളുടെ ഇച്ഛ കൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള, നമ്മുടെ ആഗ്രഹം പോലെ കൺട്രോൾ ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന സറണ്ടറിലേക്ക് വരാനും എളിമയിലേക്ക് വരാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുകയും 12 സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് ഡൈവ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ഹയർ പവറിന് നമ്മളെ റിസ്റ്റോർ ചെയ്യാനായിട്ട്, സാനിറ്റിയിലേക്ക് റിസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ പടിയിൽ പറയുന്നുണ്ട്. ഈ നമ്മൾ ഹയർ പവറിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല്, ഇത്രയും കാലം അല്ലെങ്കിൽ കുടിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എന്റെ ലൈഫ് അൺമാനേജബിൾ ആകാനുള്ള ഒരേ ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഈ സെൽഫിഷ് ആയിട്ടുള്ള ചിന്തകളിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ് എന്റെ ജീവിതം അൺമാനേജബിൾ ആയി പോയത്. അതുകൊണ്ടാണ് ഞാൻ ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഭയമുണ്ടായത്, അതുകൊണ്ടാണ് എന്റെ റിലേഷൻഷിപ്പ് അല്ലെ ബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടത്. ഈ ഒരു അംഗീകാരം കൂടാതെ ഈ പറയുന്ന ഒരു പിന്നീടുള്ള ഒരു സ്റ്റെപ്പും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു അഡ്മിഷൻ, ഞാൻ പവർലെസ് ആണ്, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ള ഒരു അഡ്മിഷനാണ് ഈ റിക്കവറി പ്രോസസ്സിലേക്കുള്ള ആദ്യത്തെ തുടക്കം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഹയർ പവറിനോടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഹയർ പവർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോ അത് ഗോഡ് എന്നുള്ള അർത്ഥത്തിലല്ല, എന്ത് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോ അത് നമുക്ക് രണ്ടാം പടിയിൽ സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് അന്നേരം ചിന്തിക്കാന്ന് പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാം പടിയാണ്. അപ്പോ ഒരു അംഗീകാരം എനിക്ക് ഈ റിക്കവറി പ്രോസസ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണ് മാത്രം ചിന്തിച്ചാൽ മാത്രമാണ് നമ്മളെ പുതിയ ജീവിത രീതിയിലേക്കും ചിന്തകളിലേക്കും ഒക്കെ വിശ്വസിച്ച് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഈസിയസ്റ്റ് വേ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഈസിയസ്റ്റ് വേ ഡിറ്റർമിൻ ചെയ്യുന്നത് ആദ്യത്തെ പടി അംഗീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ഹയർ പവറിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ സെൽഫ് വില്ല് അനുസരിച്ചാണ് എങ്കില് ഞാൻ പിന്നെ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. അതിന് പകരം ഞാൻ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുന്ന, അപ്പൊ പ്രവൃത്തി ചെയ്യണം. അപ്പൊ പലപ്പോഴും ഈ ദൈവം കളിക്കരുതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ റിസൾട്ട് ദൈവത്തിൽ നിന്ന് വരണം. നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ രാവിലെ പോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം, പക്ഷെ റിസൾട്ട് എപ്പോഴും ദൈവത്തിൽ നിന്ന് വരണം. അപ്പോ നമുക്കറിയാം, ഈ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ വഴിയുടെ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഭാഗത്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പാണ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. സഹായം ആവശ്യമുണ്ട്. എനിക്കിങ്ങനെ ഒരു ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ഒരു കുടിക്ക് എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോഴാണ്
പലപ്പോഴും ഞാൻ എന്നെ പോലെയുള്ള ആളുകള് ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോയതും രോഗിയുടെ സഹായം ആവശ്യപ്പെട്ടതും. ആൽക്കഹോളിസം അനോണിമസിലെ പഴമക്കാര് ഈ ഫസ്റ്റ് സ്റ്റെപ്പിന് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് എന്റെ കൂടെയുണ്ട്. അവരുടെ സഹായം ഞാൻ ആവശ്യപ്പെട്ടാൽ മാത്രം മതി. അൺമാനേജബിൾ എന്ന വാക്ക് ബുക്കിൽ ഒരു പ്രാവശ്യവും 12 5 പ്രാവശ്യവും ഉപയോഗിക്കുന്നുണ്ട്. അൺമാനേജബിലിറ്റിയെ പറ്റി പിന്നീടും കുറെ ഉദാഹരണങ്ങളുണ്ട്. ഈറ്റിംഗ്, നമുക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന് പറ്റുന്നില്ല. അവസാന നിമിഷങ്ങളിലൊക്കെ നമുക്ക് ഒരു തുള്ളി ഭക്ഷണവും വയറ്റിൽ നിന്ന് ഇറക്കാൻ പറ്റുന്നില്ല. രാവിലെ എണീക്കുമ്പോഴൊക്കെയാണെങ്കിൽ ഈ മഞ്ഞ ദ്രാവകം വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മൊത്തത്തില് നമ്മുടെ ശരീരം വേദനിക്കുന്നു മാത്രമല്ല, നമ്മുടെ തൊണ്ടയില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സ്മോക്ക് ചെയ്യുന്നവരാണ് ഒരുപാട് സിഗരറ്റുകൾ വലിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് ഈ പറയുന്ന പോലെ സമയം ഒരുപാട് അതിനുവേണ്ടി ചെലവഴിക്കുക. എന്താണ് ഭക്ഷണം ഇപ്പൊ കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് അറിയാതിരിക്കുക. അങ്ങനെ ലോസ് വെയിറ്റ്, നമ്മുടെ വെയിറ്റ് കുറയുക. കൂടാതെ നമുക്ക് ഉറക്കത്തിന് എന്ന് പറഞ്ഞാല് പാസ്ഡ് ഔട്ട് ആവുകയാണ്. അല്ലാണ്ട് രാത്രി ഒന്നും കുടിച്ചിരിക്കുന്ന സമയത്തൊന്നും ഉറങ്ങുകയായിരുന്നില്ല, ബോധം കെട്ട് കിടക്കയിലേക്ക് പോവുകയാണ്. ഈ ഉറങ്ങാതിരിക്കുന്നതും അല്ലെങ്കിൽ ഉറക്കവും പാസ്ഡ് ഔട്ടും തമ്മില് ഹ്യൂജ് ഡിഫറൻസ് ആണുള്ളത്. അതായത് നല്ല ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അതിൻ്റെതായ ടോപ്പ് ലെവലില് ഒരു ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും നല്ല സ്ലീപ്പിന് ആവശ്യമുണ്ട്. സ്ലീപ്പ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ. നമുക്ക് തന്നെ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ TV ഒക്കെ കണ്ടാൽ, സിനിമ കണ്ട ഒരുപാട് നേരെ ഇരിക്കുമല്ലോ. ഒരു പള്ളി പെരുന്നാളിനോ ഉത്സവത്തിനൊക്കെ ഒരുപാട് നേരമൊക്കെ ഇരിക്കും. നമുക്കറിയാം പിറ്റേ ദിവസം നമ്മള് ഭയങ്കര ടയർഡായിരിക്കും. അപ്പൊ അത് മാത്രമല്ല, അൺമാനേജബിൾ ആയിട്ട് പറഞ്ഞാല് ഹൈജീന്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീന്, അതായത് ഞാനൊക്കെ ഡ്രിങ്കിങ് ലൈഫില് നഖം വെട്ടാനോ കൃത്യസമയത്ത് പോയിരുന്ന് കുളിക്കാനോ, അല്ലെങ്കിൽ കുളിക്കാനോ പള്ളിക്കുളി പോലെയാണ്, പെട്ടെന്ന് കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ. അപ്പൊ ഒരു നല്ല രീതിയിൽ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഷർട്ടൊക്കെ തേച്ച് ഇട്ടിട്ട് പോകാനോ ഷേവ് ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് വിരിച്ചിടുക, ഷവർ റൂമൊക്കെ നന്നായിട്ട്, അല്ലെങ്കിൽ അന്നത്തേക്ക് ചെറിയ കുളിമുറിയാണെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകിയിടുക, ബാത്റൂം കഴുകിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് ബാച്ചിലർ ലൈഫിലൊക്കെ നമ്മുടെ ബാത്റൂമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ബോധം വിട്ട് വീണു പോകുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, അതായത് നമ്മുടെ വീട്ടിലെ ഗാർബേജ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമിഞ്ഞു കൂടുമായിരുന്നു. ഒരു വൃത്തിയായിട്ട് ഒരു സ്ഥലം ഇടാൻ പറ്റില്ലായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ മറിച്ച് കാടും പള്ളയും. നമുക്കിപ്പോ പലപ്പോഴും മേയിൽ വന്നു കഴിയുമ്പോൾ ആദ്യമേ അവരെ ഇങ്ങനെ നടന്നു പോകുന്ന വഴികളൊക്കെ ക്ലീൻ ചെയ്യുന്നതും പറമ്പിലെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഒരു സാമാന്യ ബോധമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ റിക്കവറിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനി കൃത്യമായിട്ട് അതൊക്കെ ചെയ്യണമെന്നും, അടുത്തതായിട്ട് പേയിങ് ബിൽസ്, നമ്മുടെ ബില്ലുകൾ കൃത്യമായിട്ട് അടയ്ക്കണമെന്നും. ഇപ്പൊ ഫോൺ ബില്ല് അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാതിരിക്കുക. നമുക്കറിയില്ല. എന്റെ അടുത്ത് ഒരാൾ വന്നപ്പോ ഒരാൾ ചോദിച്ചത് എവിടെയാണ് കറണ്ട് ബില്ല് കൊണ്ട് അടയ്ക്കുന്നത്. അപ്പൊ ഞാൻ അയാളെ കൊണ്ടുവന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ഇങ്ങനെ ടോക്കണൊക്കെ എടുത്ത് കൊണ്ട് കാണിച്ചിട്ടൊക്കെ ഉള്ളതൊക്കെ ആയിട്ട്. അപ്പൊ ഈ ബില്ലുകൾ അടയ്ക്കുന്നത് പോലും ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പണം ഉണ്ടായിട്ടും ബില്ല് അടയ്ക്കാതിരിക്കുക. അപ്പൊ ചിലപ്പോ പലിശയ്ക്ക് പൈസ മേടിച്ചിട്ടും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കുക. അങ്ങനെ പണത്തെ കൈകാര്യം ചെയ്യുന്ന ലോൺ എവിടെ നിന്ന് കിട്ടിയാലും എടുക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാല് ഹൗ ഇസ് യുവർ അൺമാനേജബിലിറ്റി, അതൊരു ചോദ്യമാണ്. എന്റെ അൺമാനേജബിലിറ്റി എങ്ങനെയാണ്, ഇതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അൺമാനേജബിലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത മീറ്റിംഗിൽ കാണാം. ഇന്ന് കടന്നു വന്ന ഓരോരുത്തർക്കും, ശ്രദ്ധിച്ചിരുന്ന ഓരോരുത്തർക്കും ഇന്ന്
മിഡ് നൈറ്റ് മീറ്റിംഗിലേക്ക് വന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.